السلام عليكم ورحمة الله وبركاته. وعليكم الحمد السلام ورحمة الله الحمد وبركاته. لله السلام ورحمة الله وبركاته. الذي أنزل آيات بينات وكتابا مبينا تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين بلسان عربي مبين لعلكم تعقلون ولعلهم يتقون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى دروس اللغة العربية لغير الناطقين بها. هل تذكرون أين وقفنا في أي صفحة أو ماذا درسنا في الدرس الماضي؟ ختم الدرس التاسع. ختمنا ختمنا الدرس الدرس التاسع. ما شاء الله. أو أكملنا الصفحة 68. 68 62. صفحة رقم 62. ما قرأنا التنزيل. ما قرأنا التنزيل. ما قرأنا التمارين. طيب التمارين. أجب عن الأسئلة الآتية: كم طالبا وجد المدرس في الفصل؟ كم طالبا وجد المدرس في الفصل؟ 15 طالبا. ആൻസർ ആയിട്ട് പറയണം. വജദൽ മുദരിസു അല്ലെങ്കിൽ വജദ എന്ന് പറഞ്ഞാലും മതി. കാരണം എന്താണ്? അദ്ദേഹം എന്ന് മനസ്സിലായി. വജദ 15 طالبا. 15 طالب. وجد المدرس 15 طالبا في الفصل. نعم. السؤال الثاني: لما ذهب الطلاب الجدد إلى المدير؟ ذهب الطلاب الجدد إلى المدير الجدد الخمسة. لما ذهب؟ لما why എന്തുകൊണ്ട്? لأنهم ما وجدتهم أسماءنا في القائمة. അതിന്റെ ഇത് മാറ്റി പറയും. أنهم وجدوا എന്നാ ما وجدوا أسماءهم أسماءهم في القائمة. قائمة എന്താണ്? ലിസ്റ്റ്. ലിസ്റ്റ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ കായ്മത്ത് എന്ന് പറഞ്ഞാല് ഖുർആനിൽ കായ്മത്ത് എന്നുള്ള എന്താണ്? അന്നൊന്നും ലിസ്റ്റ് ഒന്നുമില്ല. ഖുർആനിലെ കായ്മത്ത് കണ്ടിട്ടുണ്ടോ? ബാക്കിലുള്ളത് ഖുർആനില് കായ്മത്ത് കണ്ടിട്ടില്ലേ? ഖുർആൻ നന്നായിട്ട് വായിക്കണം കേട്ടോ, നോക്കി വായിക്കണം, ശ്രദ്ധിച്ച്. ആശയം മനസ്സിലാക്കാതെ ഒരു വാക്കും വായിക്കരുത് ഖുർആനില്. ഖുർആനിൽ ആശയം മനസ്സിലാക്കി മാത്രമേ വായിക്കാവൂ. ما قطعتم من لينة أو تركتموها قائمة على أصولها. കണ്ടില്ല? നമ്മൾ എപ്പോഴും സൂറത്തുൽ ഹശർ വായിക്കുന്നുണ്ടാ കാണാത്തത്. നമ്മൾ വിചാരിക്കും എപ്പോഴും സൂറത്തുൽ ഹശർ വായിക്കണം. ഖുർആൻ വായിക്കാൻ പറഞ്ഞ് ഇങ്ങനെ വായിക്കാ ഓതി വിടുകയെന്നാണ് വിചാരിച്ചിരിക്കുന്നത്.
ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ അറിയാതെ വായിച്ചു പോവുകയാണെങ്കിൽ എന്തായിരിക്കും എൻ്റെ അർത്ഥം? നമ്മുടെ മക്കളെയൊക്കെ വഴിവെച്ച് കണ്ടാലേ നമ്മുടെ സ്നേഹനിധി ആരെങ്കിലും, നമുക്ക് സ്നേഹിക്കുന്ന ആരെങ്കിലും, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും വഴിക്ക് വെച്ച് കണ്ടാൽ നമ്മൾ കാണാതെ പോയാൽ എന്തായിരിക്കും അവർ പറയാ? അപ്പൊ നമ്മളിങ്ങനെ ഖുർആൻ ഓതി വിട്ടിട്ട് അത് കാണാതെ പോയാൽ ലം യഖറു അലൈഹ സുമ്മം വഉംയാന എന്ന് പറഞ്ഞില്ലേ, അവരതിനോട് അന്ധരും മൂകരുമായി നിലപാട് സ്വീകരിക്കില്ല എന്നത്. അപ്പൊ എന്താണ്, വാക്കണ്ട, അത് വായിച്ചിട്ട് വിടാവും. ഓക്കെ, വായിച്ചാൽ ആ അർത്ഥം മനസ്സിലാക്കിയേ വായിക്കാം. അവിടെ എന്താണ് കായ്മത്ത്? നിൽക്കുന്നത് കേട്ടോ. കാമ നിന്നു, കായ്മൻ നിൽക്കുന്നവൻ, കായ്മത്തിൽ നിൽക്കുന്നത്, അതാണ് ഭാഷ. അപ്പൊ കായ്മത്ത് ടേബിൾ എന്ന ലിസ്റ്റ് എന്ന അർത്ഥത്തിലൊക്കെ വരും. പിന്നെ രജിസ്റ്റർ എന്ന പിന്നെ അങ്ങനെ 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 ഒന്ന് പല അർത്ഥത്തിലും വരും. അപ്പൊ അതിലൊന്നാണ് രജിസ്റ്റർ എന്ന അർത്ഥത്തിലും വരും. കാരണം അവിടെ രജിസ്റ്റർ ആണ്, ആ രജിസ്റ്റർ കണ്ടില്ല എന്നുള്ളതാണ്. അറ്റൻഡൻസ് ബുക്കിൽ കണ്ടില്ല എന്ന അർത്ഥത്തിലാണ് കായ്മ ഉപയോഗിച്ചത്. ثلاثة من خلقنا കറക്റ്റായിട്ട് അടയാളം കൃത്യമായിട്ട് പറയും. ഒരാള് പറയും, ഒരാള്. ഖലഖന അല്ലാഹു. ഖലഖന എന്ന് പറഞ്ഞ അർത്ഥം വേറെയാണ്. ഖലഖന കാഫിന് സുക്കൂനിട്ടാല് നാം സൃഷ്ടിച്ചു എന്നാണ്. ഖലഖ എന്ന് പറഞ്ഞാൽ അവൻ നമ്മെ സൃഷ്ടിക്കുന്നു. ഖലഖന അല്ലാഹു എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഉദാഹരണമായിട്ട് അവസാനത്തെ അക്ഷരം വഖഫ് ചെയ്ത് പറയാൻ വിചാരിച്ചു, നിർത്തി പറയാണ്, സുക്കൂനിട്ട് പറയാൻ വിചാരിച്ചു. ഖലഖന അല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? ഖലഖന അല്ലാഹ് കാഫിന് സുക്കൂനിട്ട് എന്തായിരിക്കും അർത്ഥം? നമ്മെ അള്ളാഹ് സൃഷ്ടിച്ചു, ഞങ്ങളെ അള്ളാഹ് സൃഷ്ടിച്ചു. ഖലഖന അല്ലാഹ്. എനിക്ക് അവിടെ സുക്കൂൻ ചെയ്ത് നമ്മള് ഖലഖന അല്ലാഹ് എന്ന് പറഞ്ഞാലോ, ഖലഖന കാഫിന് സുക്കൂൻ ഇട്ടാല് എന്താ അർത്ഥം? നമ്മൾ സൃഷ്ടിച്ചു, ഞാനില്ല അള്ളാഹ് സൃഷ്ടിച്ചു. അപ്പൊ അതുകൊണ്ട് നമ്മൾ പഠിച്ച് അങ്ങനെ ആകാൻ പറ്റൂല. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അങ്ങനെ അതാണ് സ്പെല്ലിംഗ് അടയാളങ്ങളൊക്കെ പഠിക്കുന്നതിന്റെ അതെ, അടയാളം പഠിക്കുന്നതിന്റെ സാധാരണ. അർത്ഥം മാറും അല്ലേ ഉസ്താദേ? അർത്ഥം മാറുമെന്ന് വിചാരിച്ച് നിങ്ങൾ സാധാരണക്കാരൻ പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ ഓതി തെറ്റിയാൽ അർത്ഥം മാറും എന്ന് വിചാരിച്ച് എന്ത് ചെയ്യും? അവർ പണ്ട് എന്താ പറയാ, പള്ളി പാഞ്ഞ് എന്താന്ന് ചോദിച്ചു ഒരാളോട്. പള്ളി പാഞ്ഞ് എന്താന്ന് ചോദിച്ചു, നിങ്ങൾക്ക് പഠിച്ചതിന് പേടിയില്ലേന്ന് ചോദിച്ചു. ഞാൻ പഠിച്ചതിനെ പേടിക്കുന്നുള്ള പള്ളി പോകത്ത്. അയാൾ പറഞ്ഞതാണ്. എന്താ നീ പറഞ്ഞത്? അവിടെ അള്ളാഹ് ഉണ്ട്, പഠിച്ചതിന് പേടിയുള്ളതുകൊണ്ട് ഞാൻ പോകത്ത്. അതേപോലെ ഈ 10 കസറൊക്കെ തെറ്റിയാല്, തജ്വീദ് ശരിയായില്ലെങ്കിൽ ഖുർആൻ ആശയം അർത്ഥം മാറിപ്പോകും എന്നൊക്കെ പറയും. പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവർ ഖുർആൻ ഓതുക പഠിക്കൊന്നുമില്ല. തജ്വീദ് ശരിയായില്ലെങ്കിൽ മാറിപ്പോകും എന്നുള്ളത് അറിയായിരുന്നു. 10 കസറൊക്കെ തെറ്റിയാൽ ഇപ്പാണ് അതൊക്കെ അറിയാൻ പറ്റുന്നത്. അതെ, നമ്മൾ പഠിച്ചാൽ പഠിച്ചതനുസരിച്ച് വായിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് അറിയാത്ത ആൾക്കാരോട് നിങ്ങൾ അറിവ് പഠിക്കണം എന്ന് പറയുക, അല്ലാതെ അവരോട് ഇത് തെറ്റിയാല് ശരിയാവില്ല എന്ന് പറഞ്ഞാൽ അവർ വേറെ രീതിയിലായും ചിന്തിക്കുക. ജനങ്ങൾ പല ടൈപ്പ് ആൾക്കാർ. ഈയിടെ ഒരാൾ വിളിച്ചിട്ട് ഭയങ്കര ഭക്തിയോട് പറഞ്ഞു, എനിക്ക് ഇതൊക്കെ ഒന്ന് പഠിക്കണുണ്ട്, തജ്വീദും ഗുന്നത്തും അതാണ് സിഫത്തും മഖ്റജൊക്കെ പഠിക്കണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര. ഞാൻ പറഞ്ഞ് ഖുർആന്റെ അർത്ഥമാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്, ഖുർആന്റെ അർത്ഥം പഠിക്കണ്ടേ? ഞാൻ പിന്നെ വിളിക്കാൻ കേട്ടോന്ന് പറഞ്ഞു. തീർന്നു. അതേസമയം നമ്മൾ തജ്വീദിന്റെ ക്ലാസ് ഉണ്ട്, നിങ്ങൾ ജോയിൻ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ അണ്ടർസ്റ്റാൻഡ് പറയാൻ പഠിക്കാൻ പറഞ്ഞ് ചിലപ്പോൾ വരും. അപ്പൊ അതുകൊണ്ട് ആൾക്കാരെ പലരും ശ്രദ്ധിച്ചു വേണം പറയാൻ. ശരി, മൻ ഖലഖൽ ഖമറ. ഖമർ മസ്കുലിനാണ് ഫെമിനിനാണ്? മസ്കുലിനാണ്. ഓക്കെ, മൻ ഖലഖൽ ശംസ. അവിടെ ഖലഖഹ അല്ലാഹ്. മൻ ഖലഖൽ നുജൂമ. ഖലഖഹ നുജൂമ. അവിടെ ഹാ എന്ന് പറയാൻ കാര്യം എന്താണ്? ജമ ബഹുവചനായതുകൊണ്ട് കേട്ടോ.
ആ ബഹുവചനം. ഏകവചനം ആകുമ്പോഴത്തേക്ക് ഏകവചനം വരുമ്പോൾ നജ്. ഖലഖഹുല്ലാഹു. ഏകവചനം വരുമ്പോൾ പുല്ലിംഗമാണ്. ഏകവചനം വരുമ്പോൾ ഖലഖഹു പുല്ലിംഗമാണ്. നമ്മൾ എന്താ പറയാ? വന്നജമി ഇദാ ഹവാ. ഹവാ എന്ന് പറഞ്ഞപ്പോ എന്താണ്? അത് പുല്ലിംഗമാണ്. വന്നജമി നക്ഷത്രത്തെ കൊണ്ട് സത്യം. ഇതാ ഹവാ എന്ന് ഹവാ പുല്ലിംഗമായിട്ടാണ്. അതേസമയം നുജൂം പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? ഇതൻ നുജൂമു ഇൻകദറത്ത്. അപ്പൊ എന്താ പറഞ്ഞു? സ്ത്രീലിംഗം പറഞ്ഞു. അങ്ങനെ ഖുർആൻ വായിച്ചാൽ തന്നെ നമ്മൾ സ്ത്രീലിംഗം പുല്ലിംഗം അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. ഓക്കെ. മിമ്മ ഖലഖല്ലാഹുൽ ഇൻസാന. ഖലഖല്ലാഹുൽ ഖലഖഹുൽ ഇൻസാന ഇൻസാന മിൻ തീൻ. മിൻ തീൻ. ഖലഖല്ലാഹുൽ ഇൻസാന മിൻ തീൻ. മിൻ തീൻ. الثامنة مما خلق الله الجنة. جنة. ഖലഖല്ലാഹു ജാന്ന മിൻ നാരിൻ. മിൻ നാരി. من نار. كم سماء خلق الله؟ ഖലഖല്ലാഹു സബഅ സമാവാതി. സമാവാതിൻ. 7 സമാവാതി. سبع سماوات كذا. سماوات. العاشر في كم يوم خلق الله السماوات والأرض؟ الأرض في 6 أيام. خلق الله السماوات والأرض في 6 أيام. طيب أنا خير منه خلقتني من نار وخلقته من طين. من قال هذا ولمن من أي سورة هذه الآية؟ إبليس قال هذا. إبليس قال ما؟ قال إبليس قالها الإبليس. قالها. الإبليس അല്ലെങ്കിൽ قاله الإبليس. قال هذا نرجع അപ്പം പുല്ലിംഗമായിട്ട് വെച്ചു. അപ്പം قاله الإبليس قاله إبليس. പിന്നെ ولمن قال لمن ആരോട് പറഞ്ഞു? قال لله. قال الله അല്ല, قال لمن എന്നല്ലേ ചോദിച്ചത്. അപ്പൊ ലി ചേർത്ത് നമ്മൾ ഉത്തരം പറയണം. قال لمن എന്നാണ് ചോദിച്ചത്. അപ്പൊ ലി ചേർത്ത് നമ്മൾ ഉത്തരം പറയണം. قال لله. قال لله. ഔ ഖാൽ അല്ലെങ്കിൽ ഖാലഹു ലില്ലാഹി. അത് പറഞ്ഞത് അള്ളാഹയോടാണ്. الثالث من أي سورة هذه الآية؟ في سورة الأعراف. ഫി എന്നല്ല പറഞ്ഞത്. മിൻ അയ്യി സൂറത്തിൽ എന്നാ ചോദ്യം. അപ്പൊ അതേപോലെ ഉത്തരം പറയും. ഹാദിഹിൽ ആയത്തു മിൻ സൂറത്തിൽ ആറാഫ്. അപ്പൊ ഈ സൂറത്തിൽ ആറാഫിൽ നിന്നുള്ള ആയത്താണ് ഇത്. ഓക്കെ, ആയിക്കോട്ടെ, അങ്ങനെ പറഞ്ഞോ. الثالث لا علامة الصحيح. علامة هذه العلامة علامة الصحيح. علامة الصحيح أمام الجمل الصحيحة. وعلامة الخطأ كروس التالي خطأ تتي. وعلامة الخطأ أمام الجمل غير الصحيح. أمام الجمل غير الصحيح. الله نورنا എന്താണ് ഇടുക, ശരി അടയാളം ഇടുക. അമാമൽ ജുമലി സഹീഹത്തി, ശരിയായ സെന്റൻസിന്റെ മുന്നിൽ. വഅലാമത്തുൽ ഖതഇ, ക്രോസ് മാർക്ക് ഇടുക. അമാമൽ ജുമലി ഗൈരി സഹീഹത്ത്, തെറ്റായ ശരിയല്ലാത്ത സെന്റൻസിന്റെ നേരെ തെറ്റ് അടയാളം ഇടുക. അത്തുല്ലാബുൽ ജുദുദു 15. അമ്മാമെന്ന് പറഞ്ഞത് മുമ്പ് നേരെ ഇട്ടാ പോരെ? നേരെ ഇട്ടാൽ മതി. അമാമ എന്ന് പറഞ്ഞാൽ മുന്നിലെന്നാണ്. അപ്പൊ അമാമ എന്ന് പറഞ്ഞാൽ മുന്നിലെന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിലിടാനോ അല്ലെങ്കിൽ മുന്നിലെന്ന് പറഞ്ഞപ്പോ നമ്മള് ചോദിക്കില്ല എങ്ങോട്ട് തിരിഞ്ഞിരിക്കാന്ന് ചോദിക്കും. മുമ്പോട്ട് വരണമെന്ന് പറയും. അപ്പൊ എങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ് അതനുസരിച്ചല്ലേ മുമ്പോട്ട് വരാൻ പറ്റും. അപ്പൊ ഇവിടെ മുന്നിലെന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ എന്ന അർത്ഥത്തിലാണ്.
അപ്പൊ അങ്ങനെയാണ് അറബി ഭാഷയിൽ ഉപയോഗിക്കാന്നുള്ളത് മനസ്സിലാക്കി. അബ്ദുല്ലാബിൻ ജുദു ഹംസത്ത് അഷറ خطأ ഖതഉൻ. الثاني ما فهم عبد الرحمن معنى ثلاث كلمات. خطأ എന്താണ്? خطأ ഖതആണ്. പിന്നെന്താണ് അയാൾ അറിയായിരുന്നത്? മനസ്സിലായില്ല എന്നല്ലേ അതെ ആ 3 വാക്കുകള്. അതെ. മാ ഫഹിമ അബ്ദുറഹ്മാനി മാന സലാസി കലിമാത്തിൻ. 3 വാക്ക് മനസ്സിലായില്ല എന്നല്ലേ പറഞ്ഞത്? ഉം. ശരിയാണോ തെറ്റാണോ? ആ ശരിയാണ് സഹി. സഹീഹ്. സഅല ഫൈസലുൻ അൽ മുദരിസ മാ ജംഉ സമാഇ. അധ്യാപകൻ സഅല ഫൈസലുൻ അൽ മുദരിസ. ഒന്നാമത്തെ ഫൈസല് ഖത്ത അധ്യാപകൻ. സഹി എന്താണ്? സഹീഹ് അല്ല, ഒന്നാമത്തെ ഖത്ത ആണോ? ആണോ? ഹംസത്വമാണ്. സഹീഹല്ലേ? എന്താണ്? ഹം താലിബൻ വജദ ദറസ ഫിൽ ഫസ്ലി എന്ന് പറഞ്ഞ നമ്മള് ഹംസത്തെ അശറ എന്ന് പറഞ്ഞില്ലേ? ഹംസത്ത് അഷറാണോ? ആ, അപ്പൊ സഹിയാണ്. സഹിയാണത്. തുല്ലാബുൽ ജുദു അജ്ബി അൻ അസ്അലത്തിൽ ആത്തിയാല് ഹംസത്തെ അശറ നമ്മള് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. താലിബിനെ കുറിച്ചല്ലേ ജുദന്നല്ല, ജുദദ് എന്നാണ്. ജുദദ്. തുല്ലാബുൽ ജുദുവിന് എന്താ വിഷയം? പുതിയ കുട്ടികളല്ലേ കാണാതിരുന്നത്? അഷറയില്ല, അതെ. അഷറയില്ല. പുതിയ കുട്ടികൾ എത്ര പേരുണ്ടായിരുന്നു? ഹംസത്ത്. ഹംസയുള്ളൂ, അഷറയില്ല. അശറില്ലേ? ആ ഹംസത്തേ ഉള്ളു. അപ്പൊ ഖത്ത തന്നെയാണ്. ആ തന്നെയാണല്ലോ. ഞാനല്ല പഠിച്ചത്, നിങ്ങളാണ് പഠിച്ചത്. അവിടെ ആകെ കണ്ടതാണ് 15 വരെ. വജദ ഫീഹി ഹംസത്ത് അഷറ എന്ന് പറഞ്ഞു. താലിബൻ ഇത് തുല്ലാബൻ. റജഅത് തുല്ലാബുൽ ഹംസത്തു ബഅദ ഖലീലിൻ. അപ്പൊ ആ ഹംസത്താണ് വന്നത്. തുല്ലാബുൽ ജുദുദാണ് ഹംസത്ത്. 15 വരെ കണ്ട്. അവരുണ്ടായിരുന്നു പ്രസന്റ്. അതൊരു 15 വരെ. طيب سأل فيصل المدرس ما جمع السماء. ഖത്ത. ആ ഹസനല്ലേ ചോദിച്ചു? അപ്പം ഫൈസൽ അല്ല ചോദിച്ചത്. ഓക്കെ. الرابع كتب المدرس الدرس على السبورة. സഹി. സഹീഹ്. صحيح. طيب അടുത്തത് ما معنى الكلمات الآتية. معنى എന്ന് പറഞ്ഞാൽ എന്താണ്? മീനിങ്. മീനിങ്. അതിൽ നിന്നാണ് ഈ മാന എന്നുള്ള അറബി വാക്കിൽ നിന്നാണ് ഇംഗ്ലീഷുകാർ മീനിങ് എന്ന സംഭവം കണ്ടുപിടിച്ചത്. അതിന് കളഞ്ഞിട്ട് മീനിന്നായി. മീനിങ്. അതെ, അതിനൊന്നും ഉച്ചരിക്കാൻ പറ്റില്ലല്ലോ അവരെ കൊണ്ട്. മാനക്കലിമാത്തില്ലാത്തിയ. അത് മാത്രമല്ല, ഈ ബോറോ ചെയ്യുന്നത് ഒറിജിനലി അറബിയിൽ നിന്ന് തന്നെ ആയിക്കണമെന്നില്ല. ബോറോ ചെയ്യുന്നത് വേറെ ലാംഗ്വേജിൽ നിന്നായിരിക്കും. അപ്പോൾ ആ ലാംഗ്വേജിൽ ഇതിന്റെ അല്പ വ്യത്യാസത്തിലായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക. അറബി സ്പെയിനിലേക്ക് പോകാൻ വളരെയധികം സാധ്യതയുണ്ട്. സ്പാനിഷിൽ നിന്ന് എന്ത് ചെയ്യും? ഇംഗ്ലീഷിലേക്ക് ചിലപ്പോൾ ബോറോ ചെയ്യും. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇറ്റാലിയിലേക്ക്, വേറെ ഏതെങ്കിലും ഭാഷയിലേക്ക് ബോറോ ചെയ്തിട്ട് അവിടെ നിന്നായിരിക്കും പിന്നെ ഇംഗ്ലീഷുകാർ ബോറോ ചെയ്യുന്നത്. കലിമാത്തില്ലാത്തിയ അത്തീനും തുറാബുൽ മുഖ്തലത്തു ബിൽമാ. തുറാബുൽ മുഖ്തലത്തു ബിൽമാഇ. ആദ റജഅ. അൽ ജദ്ദു അബുൽ അബി ഔ അബുൽ ഉമ്മി. അബുൽ അബി ഔ അബുൽ ഉമ്മി. ഇതേപോലെയാണ് മാന പറയേണ്ടത്. അർത്ഥം പറയുമ്പോഴത്തേക്ക് നമ്മൾ മലയാളത്തിൽ തന്നെ പറയാനല്ല ശ്രദ്ധിക്കേണ്ടത്. അതേപോലത്തെ അറബി വാക്ക് ഉണ്ടോ എന്ന് നോക്കണം, നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ അറബി പറയണം. الخامس اقرأ المثال ثم أكمل ما يلي على غراره. എന്ത് ചെയ്യണം? അതിന്റെ നേരെ മിസാല ثم أكمل. അപ്പൊ എന്ത് ചെയ്യണം? ആസിമത്തു സുദാനി അൽ ഖുർത്തൂം. അപ്പോ ഇതൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടായിരുന്നു. അത് പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല. ആസിമത്തുൽ ഇറാഖ് എവിടെയാണ്? ബഗ്ദാദ്. അൽ ബഗ്ദാദു. അൽ
ബഗ്ദാദു. പിന്നെ ആസിമത്തുൽ മംലക്കത്തിൽ അറബിയത്തി സൗദിയ അസൗദിയ الرياض. അരിയാബു. കേട്ടാ, الرياض. അരിയാബു. റിയാദ് നമ്മൾ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഈ രാജ്യത്തിന്റെ പേരെന്നല്ല, സ്ഥലത്തിന്റെ പേരല്ലാതെ. رياض الصالحين. റിയാദു ആ സാലിഹീൻ. റിയാദ് സാലിഹിൻ ഉണ്ട്. ഓക്കെ. റിയാദിന്റെ തൊട്ടടുത്ത് തന്നെ അതിന്റെ ഏകോചനുണ്ട്. റിയാദ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തോട്ടങ്ങൾ. ഗാർഡൻസ്. ഗാർഡൻസ്. നമ്മളിപ്പോ കിൻഡർ ഗാർഡൻ എന്ന് പറയൂലേ, KG. ഉം. കിൻഡർ ഗാർഡൻ അവിടെ എന്താ പറയാ? റൗള എന്നാ പറയാ. റൗളത്തുൽ അത്ഫാൽ. അപ്പൊ റൗള എന്ന് പറഞ്ഞ ഗാർഡൻ ആണ്. സോറി, റിയാദ് എന്ന് പറഞ്ഞ ഗാർഡൻസ് ആണ്. അതിന്റെ ഏകവചനം അതിന്റെ അവിടുന്ന് റിയാദ് സിറ്റിയിൽ നിന്ന് ഒരു 10-15 കിലോമീറ്റർ പോയാൽ അവിടെ റൗള ഉണ്ട്. റൗള നമ്മൾ ദുആ ചെയ്യുമ്പോഴത്തേക്ക് പ്രാർത്ഥിക്കാറില്ലേ? റൗളത്തുൽ മിൻ റിയാദുൽ ജന്ന, അല്ലാഹുമ്മ ജഅൽ ഖബറഹു റൗളത്തുൽ മിൻ റിയാദുൽ ജന്ന എന്ന് പറയില്ലേ? ഉം. അതാണ് നമ്മളെ ഈ ദുആ ഓതുന്നത് ഈ റിയാദാണെന്നൊന്നും നമ്മൾ അറിയില്ല. ഓക്കെ. ആസിമത്തുൽ യമനി സൻആനു. എന്താണ്? സൻആൻ. സന്നാനല്ല, അറിയില്ല. സന്നാഉ. സന്നാ. സൻആഉ ആണ്. സന്നാ. നമ്മള് കഥ പറയുമ്പോൾ പറയുമല്ലോ, സന്നാ മുതൽ ഹദറമൗത്ത് വരെ ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടുപോകുന്ന ആൾക്കാർ ആട്ടിൻകുട്ടിയെ ചെന്നായി പിടിക്കുമെന്ന് ഭയപ്പെടുന്നതല്ലാതെ, ചെന്നായി പിടിക്കുമെന്ന് ഭയപ്പെടുകയല്ലാതെ വേറെ ആരെയും ഭയപ്പെടാനുള്ള ഇല്ലാത്ത ഒരു സമയം വരും എന്നൊക്കെ പറയും. അപ്പൊ സന്നാ ഇപ്പൊ കിടക്കുന്ന യമനിൽ. സന്നാ യമനിലുള്ള സ്ഥലം. യമന്റെ ആശ്രമത്താണ് സന്നാ. ഹദറമൗത്തും യമനിൽ തന്നെയാണുള്ളത്. പിന്നെന്താണ്? ആസിമത്തുൽ മിസ്ര അൽ ഖാഹിറത്തു. അൽ ഖാഹിറത്തു. അൽ ഖാഹിറത്തു. അതിനെയാണ് കെയ്റോ ആക്കി ആക്കിയത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ അറബി വാക്ക് ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ കുറെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന്. ഇഖ്റഅൽ അംസലത സുമ്മ അക്തുബിൽ ജുമലൽ ആതിയത്തി അൽ ആതിയത മുസ്തഅമിലൻ ഫിഅല തഅജ്ജുബ്. ഫിഅല തഅജ്ജുബ് നമ്മൾ പറഞ്ഞല്ലോ, എക്സ്ക്ലമേറ്ററി വെർബ്. ഫിഅല തഅജ്ജുബ് എക്സ്ക്ലമേറ്ററി വെർബ്. ഇഖ്റഅൽ അംസലത, റീഡ് ദ എക്സാമ്പിൾസ്. സുമ്മ അക്തുബുഹു, ദെൻ റൈറ്റ് ഇറ്റ്, അതിനുശേഷം എഴുതുക. സുമ്മ അക്തുബുൽ ജുമല അൽ ആതിയത, അതിനുശേഷം തുടർന്ന് വരുന്ന വാക്ക് സെന്റൻസുകൾ എഴുതുക. മുസ്തഅമിലൻ ഫിഅല തഅജ്ജുബ്, ആശ്ചര്യ പേര് എക്സ്ക്ലമേറ്ററി വെർബ് വെച്ചിട്ട് എഴുതുക. എഴുത്തജീവന് ഇവര് അവിടെ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേഷൻ കൊടുത്തിട്ടില്ല. അതായത് അറബി ടെർമിനോളജിയൊക്കെ അറബി ടെർമിനോളജി പറയണമെന്നാണ്. ഹാദർ റജുലു തവീലുൻ. ഹാദർ റജുലു തവീലുൻ എന്ന് പറഞ്ഞാൽ മാ അത്വല ഹാദർ റജുല. മാ അത്വല ഹാദർ റജുല എന്ന് നമ്മൾ പറഞ്ഞു, നസ്ബ് ചെയ്താണ് പറയേണ്ടത്. ഹാദൽ ബൈത്തു കബീറുൻ, 3 ഉദാഹരണം കൊടുക്കുന്നുണ്ട്. ഹാദൽ ബൈത്തു കബീറുൻ. അപ്പം നമ്മൾ ശ്രദ്ധിച്ചു വായിക്കണം. ഉദാഹരണം നമ്മൾ ശ്രദ്ധിച്ചു വായിക്കണം. ആദ്യത്തെ ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് ഹാദർ റജുലു. അതെന്താണ്? മസ്കുലിനാണ്, ക്ലിയർ ആയിട്ടുള്ള മസ്കുലിനാണ്. റജുലു മനുഷ്യൻ, ഒരു പുരുഷൻ. അപ്പൊ എന്തായി? ഹാദ എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ഹാദർ റജുലു. മാ അത്വല അപ്പൊ എന്ത് ചെയ്തു? മാ അത്വല ഹാദർ റജുല. അപ്പൊ ഹാദൽ ബൈത്തു എന്ന് പറഞ്ഞപ്പോ എന്താണ്? അത് മസ്കുലിനാണ്, പക്ഷേ എന്തല്ല, നമുക്ക് അറിയാൻ പറ്റുന്നതല്ല, പ്രയോഗത്തിലൂടെയാണ് മസ്കുലിനായി മാറുന്നത്. ഹാദൽ ബൈത്തു കബീറുൻ. മാ അക്ബറ ഹാദൽ ബൈത. മാ അക്ബറ ഹാദൽ ബൈത. അവിടെയും പ്രശ്നമൊന്നുമില്ല. അടുത്ത ഹാദിഹി വരുമ്പോ ഹാദിഹി സയ്യാറത്തു. അപ്പൊ സയ്യാറത്ത് താ കൊണ്ടാണ് സ്ത്രീലിംഗമാകുന്നത്. താൽ മർബൂത്ത ഉണ്ടെങ്കിൽ എന്താണ്? അത് സ്ത്രീലിംഗ പദമാണ്. ഹാദിഹി സയ്യാറത്തു ജമീലത്തുൻ.
എന്ത് പറഞ്ഞു? മാ മാ അജ്മല അജ്മല ഹാദിഹി സയ്യാറത്ത. സയ്യാറത്ത. അപ്പൊ അതേപോലെ ഹാദൽ മാഉ ബാരിദുൻ. മാ അബ്റദ ഹാദൽ ഹാദൽ മാ. അപ്പൊ അവിടെ ഇതും കൂടെ കൊടുത്തിട്ടുണ്ട്. ഏത്? ബാരിദിന്റെ സൂപ്പർലേറ്റീവ് ഫോം കൂടെ കൊടുത്തിട്ടുണ്ട്. ബാരിദ് അബറദ്. അപ്പൊ എന്ത് ചെയ്യണം? അതിനെ നെസ്ബി പറയണം. മാ മാ അബറദ്. മാ അബറദ്. ഹാദൽ മാ. ആ എന്ത് പറയും മലയാളത്തിൽ? എന്താ അതിന്റെ അർത്ഥം? ഈ വെള്ളം ആ ഈ വെള്ളം വെള്ളത്തിന് ഭയങ്കര തണുപ്പ്. ആ തണുപ്പ് ഭയമാണോ? മാ വന്നോണ്ട് എന്തൊന്നല്ലേ അർത്ഥം? നല്ല തണുപ്പുള്ളത്. ആ ഈ എത്ര വെള്ളം തണുപ്പുള്ളതാണ് ഈ വെള്ളം? ആശ്ചര്യകരമായ വെള്ളമാണ്. ഭയങ്കര തണുപ്പുള്ളതെന്നല്ല പറഞ്ഞു. എന്ത് തണുപ്പാണ്. ആ ഇതെന്ത് തണുപ്പാണ്. അപ്പം മാ വന്നോണ്ട് നമ്മൾ എന്ത് ചെയ്യാം? അത് നമ്മൾ ചില സമയത്ത് ആശ്ചര്യകരം എന്ന് പറഞ്ഞാല് ചിലപ്പോൾ ഐസ്ക്രീം കുടിക്കുമ്പോഴാണെങ്കിൽ എത്ര തണുപ്പുള്ളതാണത് എന്ന് നമുക്ക് സന്തോഷത്തോടെ പറയാം. അതേസമയം ചില സമയത്ത് നമ്മൾ തണുപ്പ് കൊണ്ട് ബുദ്ധിമുട്ടാണെങ്കിൽ എന്ത് തണുപ്പാണ് എന്ന് രണ്ട് രീതി പറഞ്ഞാലും മാ അപരത. ഇത് ഖുർആനില് ഇതേപോലുള്ള പ്രയോഗങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അത് വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേകം ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഒരാളൊരു ഖുർആൻ പരിഭാഷ ഇറക്കിയത് ഞാൻ കണ്ടേ. അപ്പൊ അതിലൊരു സൂറത്തുൽ കഹ്ഫിൽ ഇതുപോലൊരു വാക്കുണ്ട്. അത് എന്താണ്? 2-3 സ്ഥലങ്ങളിലുണ്ട്. അപ്പൊ എന്ത് ചെയ്തിരിക്കുകയാണ് അദ്ദേഹം? ഇതിനെ ഉദാഹരണമായിട്ട് പറഞ്ഞാല് മാ അബറദ എന്ന് പറഞ്ഞാൽ തണുപ്പാക്കിയത് എന്താണ് എന്ന് ചോദിക്കാം. ബർദ് തണുപ്പ്, അബറദ എന്ന് പറഞ്ഞാൽ തണുപ്പാക്കി. നസല ഇറങ്ങി, അഞ്ചല ഇറക്കി എന്ന് പറഞ്ഞതുപോലെ ബർദും തണുപ്പ്, അബറദ തണുപ്പാക്കി. അപ്പൊ അയാള് ആ രീതിയിലാണ് അർത്ഥം ചെയ്യുന്നത്. ഏത്? അബ്രദ എന്ന് പറഞ്ഞ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് ബർദിന്റെ. ബാരിദിന്റെ സൂപ്പർലേറ്റീവ് ആണ് അബറദ്. പക്ഷേ അദ്ദേഹം എഴുതിയിരിക്കുന്ന ഏത് രീതിയിലാണ്? ഞാൻ ഉദാഹരണം പറഞ്ഞാല് ബറദ് എന്ന ബറദ എന്ന് പറഞ്ഞാൽ തണുപ്പുള്ളതായി. അതിനെ അബറദ ആക്കിയാല് എന്താവും? തണുപ്പുള്ളതാക്കി എന്ന് വരും. അപ്പൊ ആ രീതിയിലാണ് അദ്ദേഹം നസലെ അഞ്ചല ആക്കിയതുപോലെയാണ് അദ്ദേഹം. അപ്പം ഖുർആൻ പരിഭാഷപ്പെടുത്തുന്നവര് ഒന്നുകിൽ എന്ത് ചെയ്യണം? ഖുർആൻ പരിഭാഷപ്പെടുത്തുന്നവര് ഖുർആൻ വ്യാഖ്യാനം നന്നായി പഠിച്ചിട്ട് വേണം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. നന്നായി പഠിക്കുന്ന പറഞ്ഞാൽ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ അതിന്റെ വിശദീകരണം അല്ല പഠിക്കുന്നത്. ആദ്യം ഖുർആൻ എന്താണ് ശരിക്കും ഉദ്ദേശിച്ചിരിക്കുന്ന മീനിങ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ അത് തഫ്സീർ വായിച്ചെങ്കിൽ മാത്രമേ ഈ ഖുർആനിലെ ആ അർത്ഥം എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റൂ. പലപ്പോഴും ഇനി അത് അദ്ദേഹം സാഹിത്യം പഠിച്ചിട്ടുള്ള ആളാണെങ്കിൽ അത്രയും പ്രശ്നം വരില്ല. സാഹിത്യം പഠിച്ചിട്ടുള്ള ആളാണെങ്കിൽ അതിന്റെ സന്ദർഭം അനുസരിച്ച് ചിലപ്പോൾ മാറി വരുന്നുണ്ടാകും. അതിന് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അറബി സാഹിത്യം പഠിച്ചിട്ടുള്ള ആളാണ്. ഇപ്പൊ നമ്മൾ അറിവ് പഠിച്ചപ്പോൾ ഇതിന്റെ 3 ഭാഗം പഠിച്ചു കഴിഞ്ഞതിന് ശേഷവും നമുക്ക് ഖുർആൻ പരിഭാഷപ്പെടുത്താനൊന്നും പറ്റില്ല. ഖുർആൻ പരിഭാഷപ്പെടുത്തണമെങ്കിൽ അറബി സാഹിത്യം തന്നെ പഠിക്കണം. അറബി പഠിക്കണം, അതിന്റെ ഡെപ്തിലേക്ക്, ആഴത്തിലേക്ക് ഇറങ്ങി ചെന്ന് പഠിക്കണം. എന്നാലേ ഓരോ യൂസേജും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ എന്ത് യൂസേജ്, നമ്മൾ മനസ്സിലാക്കാത്ത യൂസേജുകൾ ഉണ്ടാവും, പ്രയോഗങ്ങൾ. അപ്പോ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള എക്സ്ക്ലമേറ്ററി വെർബ് വന്നിരിക്കുന്നിടത്തൊക്കെ അത് ഒരുവിധം അറബി അറിയുന്ന ആൾക്കാർക്കൊക്കെ അത് അറിയാൻ പറ്റും. അത്രയും പൊട്ടനായതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഞാൻ എന്നെ വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം ഇങ്ങനെയുള്ള കുഴപ്പമാണ്. അദ്ദേഹം അതിൽ നമ്പർ കൊടുത്തിരിക്കുന്ന ആളല്ല ശരിക്കും അത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ എങ്കിലും അദ്ദേഹം തന്നെ ക്വസ്റ്റ്യൻ ചെയ്യണം, എന്താണ് നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം. അപ്പൊ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞതാ. എല്ലാ സ്ഥലത്തും ഇപ്പം നമ്മൾ ഉദാഹരണമായിട്ട് പറഞ്ഞാല് എന്താ പറയാ, അലമു നമ്മൾ പറഞ്ഞു. അലമു എന്ന് പറഞ്ഞാൽ 2 അർത്ഥം ഉണ്ടല്ലോ. അലിമ, യഅലമു. താലമൂന, അലമു, നഅലമു എന്ന് പറഞ്ഞാൽ ഞാൻ അറിയുന്നു. അലമു. അള്ളാഹു അലമു എന്ന് പറഞ്ഞാലോ അള്ളാഹു ഏറ്റവും അറിയുന്നവനാണ്. അവിടെ സൂപ്പർലേറ്റീവ് ആണ്. ആലിമിന്റെ സൂപ്പർലേറ്റീവ് ആണ് അലമു എന്ന്.
എന്നതുപോലെ അപ്പൊ അവിടെ ഏത് ഏത് യൂസേജേ വരാൻ സാധ്യതയുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. മാത്രമല്ല ഇനിയുള്ള കാലം നമ്മൾ ഖുറാൻ ട്രാൻസ്ലേഷനിലേക്കല്ല പോകേണ്ടത്. ഖുർആൻ ഭാഷ പഠിച്ച് ഖുറാൻ മനസ്സിലാക്കുന്നതിലേക്ക് പോയാൽ ആ കോംപ്ലിക്കേഷൻസ് എല്ലാം ഇല്ലാതെയാവും. ഓക്കെ. അൻ നുജൂമു ജമീലത്തിൻ. ഉസ്താദെ ഒരു ഡൗട്ട്. ഇതിൽ ഒന്നാമത്തെ ഉദാഹരണത്തിൽ ബാദിർ എന്നാണല്ലോ ഈ ബുക്കിൽ, ബാരിദല്ലേ ബാദിർ? ഇത് എവിടെയായിരുന്നു? അല്ലെ ഒന്നാമത്തെ ഉദാഹരണേ ആ ഉദാഹരണത്തിനാണോ ചോദിക്കുന്നത്? അല്ല ചോദ്യമാണോ ചോദിക്കുന്നത്? ആ പുസ്തകത്തിൽ തെറ്റാണ്. പുസ്തകത്തിൽ തെറ്റാണ്. പുസ്തകം തെറ്റാണ്. ബാരിദുന്നുള്ളതിന് ബാദിറുന്നാണ്. ബാദിർത്താണ്. അപ്പൊ തിരുത്തി കൊടുക്കുക കേട്ടോ. ആ ബാരിദ് എന്നാക്കാം അല്ലെ? ബാരിദ്. അപ്പൊ ചോദ്യത്തിലാണ് തെറ്റ്. ഇപ്പുറത്തെ അപരാധാന്ന് എഴുതിയിരിക്കുന്നിടത്ത് കറക്റ്റ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അത് ശരിയാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ ബാരിദ് എന്ന് മാത്രമേ വരുള്ളൂ. ഓക്കെ, ശരി. അൻ-നുജൂമു ജമീലത്തിൻ. അതില്ലല്ലോ. അതില്ലല്ലോ. അജ്മല നുജൂമാന്നല്ലേ വരുള്ളൂ. മാ അജ്മല നുജൂമ. മാ അജ്മല നുജൂമ. അപ്പൊ എന്തായിരിക്കും എന്റെ അർത്ഥം? ഇത്ര ഭംഗിയുള്ളതാണോ നക്ഷത്രങ്ങൾ? അങ്ങനെ ആണോ എന്നാണോ? എന്തൊരു ഭംഗി. നക്ഷത്രത്തിന് എന്തൊരു ഭംഗി, അല്ലെങ്കിൽ എത്ര മനോഹരമാണ് നക്ഷത്രങ്ങൾ. മാ അജ്മല നുജൂമു, എത്ര മനോഹരമാണ് നക്ഷത്രങ്ങൾ. ഹാദൽ ഖലം റഖീസുൻ. അപ്പൊ അർക്കീസ് കാണിക്കുന്ന ആളിനെ മനസ്സിലായ? വില കുറഞ്ഞു പിശുക്കൻ. അപ്പൊ അർക്കീസ് വരെ അറബിയിൽ നിന്ന് വന്നതാണ്. ഹാദൽ ഖലം മാ അർഖസ ഹാദൽ മാ അർഖസ ഹാദൽ ഖലമ. اللغة العربية سهلة. اللغة العربية ما أسهل اللغة العربية. اللغة العربية. ما أسهل اللغة العربية. ലോകത്തിന് ഫതഹ് വന്നതുകൊണ്ട് പിന്നെ അറബിയത്തിനും ഫതഹ് വരും. ലോകത്തിന്റെ വിശേഷണമാണ് അറബിയത്ത് കേട്ടാ. അല്ലാതെ എപ്പോഴും അറബിയത്ത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അറബിയത്ത് താ ഇല്ലാത്ത അറബി ഖുറാനിൽ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? എന്താ പറഞ്ഞത്? ഇല്ലാതെനിക്ക് തോന്നുന്നു കേട്ടാ, ഓർമ്മല്ല ശരി. നമ്മളിപ്പോ ഹംദു സലാത്തും പറഞ്ഞില്ലേ, ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ എന്നാ പറഞ്ഞു. ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ. അപ്പൊ ലിസാൻ എന്ന് പറഞ്ഞത് പുല്ലിംഗമായതുകൊണ്ട് അറബിയ്യിൻ എന്ന് പറഞ്ഞു, പുല്ലിംഗമാക്കി പറഞ്ഞു. അപ്പൊ അറബി എന്നത് വിശേഷണം, അത് തൊട്ട് മുമ്പ് പറഞ്ഞതിന്റെ വിശേഷണമായിട്ടായിരിക്കും അറബി. ലുഗത്താണെങ്കിൽ സ്ത്രീലിംഗമായിരിക്കും. ഖുർആനൻ അറബിയ്യൻ എന്ന് പറയുന്നത്. പിന്നെ ഖുർആനൻ അറബിയ്യൻ. അപ്പൊ ഖുർആൻ പുല്ലിംഗമായതുകൊണ്ട് അറബി എന്ന് പറഞ്ഞു. അറബിയത്ത് എന്ന് പറയുമ്പോഴേ സ്ത്രീലിംഗം വരും. അറബിയത്ത്, അതായത് ലുഗത്ത് വന്നുകൊണ്ടാണ് അറബിയത്ത് വന്നത്. രണ്ട് സ്ത്രീലിംഗം. അതായത് അറബി എന്ന് പറയുന്നത് അറബി എന്ന വാക്ക് തൊട്ട് മുമ്പ് പറഞ്ഞ വാക്കിന്റെ വിശേഷണമായിട്ടേ വരൂ. രണ്ടും ഒരേ ജെൻഡർ ആയിരിക്കും.
തൊട്ട് മുമ്പ് പറഞ്ഞത് പുല്ലിംഗമാണെങ്കിൽ അറബി പുല്ലിംഗമായിരിക്കും, അറബി എന്നേ വരുള്ളൂ, താ ഉണ്ടാവില്ല. മുമ്പ് പറഞ്ഞത് ലിസാൻ എന്ന് പറഞ്ഞപ്പം അറബി, ലിസാനിൻ അറബിയൻ എന്ന് പറഞ്ഞു. ഖുർആൻ പറഞ്ഞപ്പോ പുല്ലിംഗമായതുകൊണ്ട് ഖുർആനൻ അറബിയൻ എന്ന് പറഞ്ഞു. ലുഗത്ത് പറഞ്ഞപ്പോ സ്ത്രീലിംഗമായതുകൊണ്ട് ലുഗത്തുൽ അറബിയത്ത് എന്ന് പറഞ്ഞു. വായിക്കും, ഖുർആൻ വായിക്കുമ്പോഴത്തേക്ക് കിട്ടും. നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഖുർആൻ ശ്രദ്ധിച്ച് വായിച്ചാൽ തന്നെ നമുക്ക് ഭാഷ നന്നായിട്ട് മനസ്സിലാവും. ഭാഷ നമ്മൾ ആദ്യം ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ നിമിഷത്തിലെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾ അടിവരയിട്ട് എഴുതി വെക്കേണ്ട ഒരു സംഭവമാണ്. കുറെ ഗ്രാമർ പഠിക്കുന്നതല്ല ഭാഷാ പഠനം, കുറെ വ്യാകരണങ്ങൾ പഠിക്കുന്നതല്ല ഭാഷാ പഠനം. നമ്മളെ റഷീദ് സാർ എന്താ ഡിഗ്രി എടുത്തത്? റഷീദ് സാഹിബ് LLB. LLB. അപ്പം പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് നേരെ LLBക്ക് പോയതാണോ? അല്ല, ഡിഗ്രി ആയിട്ട്. ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഇത്. അപ്പൊ ഡിഗ്രിക്ക് എന്താ എടുത്തത്? LLBക്ക് മുമ്പ് ഡിഗ്രിക്ക് പൊളിറ്റിക്കൽ സയൻസ്. അതപ്പോഴൊക്കെ ഇംഗ്ലീഷ് പഠിക്കണം. അപ്പൊ എല്ലാ ഡിഗ്രിക്കും ഇംഗ്ലീഷ് പഠിക്കണമെന്നില്ല, ഉണ്ടോ? അവിടെ അപ്പോ നമ്മൾ മെഡിസിന് പോകുന്നവരും അതേപോലെ എന്താ പറയാ എഞ്ചിനീയറിംഗിന് പോകുന്നവർക്കും ഇംഗ്ലീഷ് പഠിക്കണ്ട. പിന്നെ അതിന് മുമ്പ്, അത് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് പഠിച്ചത് വരെ അവരുടെ ഇംഗ്ലീഷ് പഠിച്ചാൽ മതി. അപ്പൊ അവിടെ വരെ മാത്രമേ പ്രീ ഡിഗ്രി വരെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ പ്ലസ് ടു വരെ മാത്രമേ ഇംഗ്ലീഷ് പഠിക്കുള്ളൂ. അപ്പൊ അവിടെ വരെ അവർ ഗ്രാമർ പഠിക്കുന്നുള്ളൂ. എന്നാൽ ഏറ്റവും അധികം ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്ന ആരാ? എഞ്ചിനീയർമാരും ഡോക്ടർമാരുമാണ്. കാരണം എന്താ? ഗ്രാമർ പഠിക്കാത്തോണ്ടാ. അവര് ഗ്രാമർ പഠിക്കാത്തോണ്ട് മുമ്പും പിമ്പും ഒന്നും നോക്കണ്ട, അങ്ങനെ സംസാരിച്ചാൽ തെറ്റാവില്ല. തെറ്റാവത്തെന്തെന്ന് ചോദിച്ചാല് അവർക്ക് ഇത് പഠിക്കുന്നതിന് പുറമെ അവരുടെ ഇംഗ്ലീഷ് പഠിക്കാത്തതിന് പകരം എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് വർക്കുകൾ, ബുക്കുകൾ റെഫർ ചെയ്യേണ്ടി വരും. ഒരുപാട് വായിക്കേണ്ടി വരും, വർക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ ഇംഗ്ലീഷിലാണ് അതെല്ലാം ഉള്ളത്. എഞ്ചിനീയറിംഗിനും മെഡിസിനും പോകുന്ന ആള് പിന്നെ മലയാളം ബുക്കൊന്നും വായിക്കാൻ പോകില്ല. അയാളുടെ സംഗതികളെല്ലാം ഉണ്ടാകുന്നത് ഇംഗ്ലീഷിലാണ് ഉണ്ടാകുന്നത്. അതെന്ത് ചെയ്യേണ്ടി വരും? വായിക്കണം, അതിൽ വർക്ക് ചെയ്യണം, അസൈൻമെന്റ് അതുപോലുള്ള സംഗതികളൊക്കെ തയ്യാറാക്കണം, പേപ്പറൊക്കെ തയ്യാറാക്കണം. അപ്പൊ ഇതെല്ലാം തയ്യാറാക്കുമ്പോഴത്തേക്ക് എന്തായി? ലാംഗ്വേജിൽ ഫ്ലുവൻസി ആയി. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഖുർആൻ കൂടുതൽ വായിക്കുക, ഖുർആൻ കൂടുതൽ കേൾക്കുക, വേറെ ഏതെങ്കിലും മറ്റു ഹദീസ് വായിക്കുക. ഇതിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ലാംഗ്വേജുമായി ഫ്ലുവൻസി ഉണ്ടാകേണ്ടത്. നമ്മൾ വിചാരിക്കും കുറെ ഗ്രാമർ അറിയാത്തതുകൊണ്ടാണ് ഇതൊന്നും മനസ്സിലാകത്തെന്ന് വിചാരിക്കും. അങ്ങനെയല്ല. ഓക്കെ. اللغة العربية سهلة. أبا النجوم كثيرة. النجوم كثيرة. എന്ത് പറയും? ما أكثر النجوم. أكثر النجوم. ما أكثر النجوم. അപ്പൊ എന്താ അർത്ഥം? എത്രമാത്രം നക്ഷത്രങ്ങൾ. എത്ര എണ്ണമാണ് നക്ഷത്രങ്ങൾ? നക്ഷത്രങ്ങൾ എത്ര അധികമാണ്? اللبن حسن. ما أحسن اللبن. ما أحسن اللبن. പാൽ എത്ര നല്ലതാണ്? പശു നല്ലതാണെങ്കിൽ പാല് നല്ലതാണ്. പശു കൃത്രിമ പശു ആണെങ്കിൽ പാലും മോശമായിരിക്കും. ഓക്കെ. ഇപ്പൊ നമ്മളെ കൃത്രിമ പശുവിന്റെ പാല് കുടിക്കുന്നതുകൊണ്ടാണ് ഡോക്ടർമാർ ചെല്ലുമ്പോൾ പറയുന്നത്, ആരും ഡോക്ടർമാരെന്താ പറയും? പാൽ കുടിക്കണ്ടെന്ന് പറയും. പാല് എസെൻഷ്യൽ ആണോ ജനങ്ങൾക്ക്? അത് മനസ്സിനാണ് എസെൻഷ്യൽ. മനസ്സിനാണ് കുട്ടിയുടെ പാല നമ്മളീ കട്ട് കുടിക്കുന്നത്. കുട്ടിയുടെ പാലാണ് കട്ടി കുടിക്കുന്നത്. മാത്രമല്ല പശുവിന്റെ കുട്ടി എത്ര വയസ്സ് വരെ കുടിക്കും പാല്? ഓക്കെ, അതൊക്കെ വേറെ ഫിലോസഫിയാണ്. പോട്ടെ. ഞാൻ ഇടയ്ക്ക് വേറെ കാര്യം പറഞ്ഞു. നമ്മുടെ മൈൻഡ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഒരേ സ്റ്റേജിൽ പോയാലും നമ്മുടെ മൈൻഡ് അബ്സോർബ് ചെയ്യില്ല.
ഓക്കെ. ഹാദിഹി പാല് സയ്യാറത്തു ഹലാലാക്കിയതല്ലേ? അല്ല, ഹലാലും ഹറാമിന്റെ വിഷയമൊന്നുമില്ല ഇവിടെ. അല്ല, ഏറ്റവും നല്ല ഭക്ഷണം പാലെന്നല്ലേ പറഞ്ഞിരിക്കും. അങ്ങനെ ഖുറാനില് അത് പാല് അത് നോക്കട്ടെ, അത് നമ്മൾ വിട്ടു. ഖുറാൻ നിങ്ങൾ വിട്ട് പാല് കാച്ചി കുടിക്കാനൊന്നും റസൂൽ പറഞ്ഞില്ല. കറന്ന പാല് കുടിക്കണം. അപ്പൊ അങ്ങനെ സുന്നത്ത് പാൽ കുടിക്കാൻ സുന്നത്താണെങ്കിൽ സാഹിബിനെ വീട്ടിൽ ചെന്ന് നബ്സുലാസിനെ എന്ത് ചെയ്തു? ഉടനെ തന്നെ അവർ പാല് കറന്നുകൊണ്ട് കൊടുത്തു. അത് നബ്സുലാസും നബിയും കുടിച്ചു, കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും കുടിച്ചിട്ടും പാല് തീർന്നില്ല. അപ്പൊ എന്താ, എങ്ങനെയാ കുടിച്ചത് പാല്? അപ്പൊ ഈ ഒട്ടകത്തിന്റെ പാല് പാല് അങ്ങനെ പാൽക്കട്ടി ചരിത്രത്തിൽ എവിടെ നോക്കിയാലും പാല് കാച്ചി കുടിച്ചൊന്നും കാണില്ല. എല്ലാവരും ശ്രീബുദ്ധനും പാല് കറന്നു കുടിച്ച കാര്യം പറയുന്നത്. അപ്പൊ പച്ചക്ക കുടിക്കണ്ടല്ലേ? അതല്ലാതെ മിക്കതും പച്ചക്കറി കറന്നപ്പ കുടിക്കണം, കറന്നാലപ്പ കുടിക്കണം. ചൂടോടെ. അതെ. اللبن حسنا. هذه السيارة سريعة. ما أسرع ما أسرع هذه السيارة. ما أسرع هذه السيارة. القمر جميل. ശരീഅത്തുന്ന് പറഞ്ഞാല് മാ അജ്മാ. അല്ലേ? അല്ല, ശരീഅത്ത് എന്ന് പറയുന്നത് സയ്യാറത്ത് സ്ത്രീലിംഗമാണ്. അതുകൊണ്ട് എന്താണ് അതിന്റെ വിഷയം? സയ്യാറത്തു ശരീഅത്ത്. അപ്പം സയ്യാറത്ത് സ്ത്രീലിംഗമായതുകൊണ്ടാണ് ശരീഅത്ത് എന്ന വാക്ക് ഉപയോഗിച്ചത്. ഓക്കെ. ശരിയത്തെ അർത്ഥം മറന്നു സാറേ, ഒന്ന് ശരീഅത്ത് സയ്യാർ എന്ന് പറഞ്ഞാൽ വേഗതയുള്ളത്. ശരീഅത്തിന് വേഗതയുള്ളത്. പേടി. സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. സാരിഉ, നിങ്ങൾ ധൃതി കാണിക്കുക, നിങ്ങൾ സ്പീഡാക്കുക. അത് സാബിഖുമാണ്. ശരിയാണ്. മുന്നേറുക. സാരി എന്ന് പറഞ്ഞാൽ മുന്നേറുക. അല്ല, കുറെ വാക്കുകൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കുറെ വാക്കുകൾ നമ്മൾ പരിഭാഷയിലുള്ള വാക്കുകൾ ഇനി ഉപയോഗിക്കരുത്. പരിഭാഷയിലുള്ള വാക്കുകൾ നമ്മൾ ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാൽ ലാംഗ്വേജ് പഠിച്ചതുപോലെ വാക്ക് ഉപയോഗിച്ച് പഠിക്കണം. അപ്പൊ നമുക്ക് അതിന്റെ മീനിങ് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. നമ്മൾ ഖുർആൻ ഓതുമ്പോൾ നമ്മൾ ഖുർആൻ ഓതുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് ആയിട്ട് മീനിങ് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ലാംഗ്വേജ് പഠിച്ചത് വെച്ച് വേണം ഖുർആൻ വായിക്കാൻ. അപ്പൊ പതുക്കെ പതുക്കെ പോവുള്ളൂ. അങ്ങനെ പതുക്കെ പതുക്കെ ഒന്നും അല്ല പോകുന്നത്. ഈ വേഗത്തിൽ തന്നെ പോകും. വേഗത്തിൽ വായിച്ചു പോവുക. കിട്ടിയത് കിട്ടി, കിട്ടാത്ത വിട്ടേക്കുക. നിങ്ങൾ ഒന്ന് നിശബ്ദമായി ഇരുന്ന് നോക്കിയാൽ അറിയാൻ പറ്റും നിങ്ങൾ എന്തുമാത്രം സൗണ്ട് കേൾക്കുന്നുണ്ട്. ആ കേട്ട സൗണ്ട് ഒന്നും എന്റെ ശബ്ദം കൊണ്ട് നിങ്ങൾ കേട്ടില്ല എന്ന് മനസ്സിലാവും. അല്ലെ? ഇപ്പൊ നമ്മൾ നിശബ്ദമായിട്ട് നിന്നാല് ഏതെല്ലാം പക്ഷികളുടെയും ജീവികളുടെയും ശബ്ദങ്ങൾ നമുക്കിപ്പോ കേൾക്കാം. ഫാൻ കറങ്ങുന്ന സൗണ്ട് കേൾക്കാം. ഇതൊന്നും നമ്മൾ കേൾക്കുന്നില്ല ഇപ്പോഴും. എന്താ കേൾക്കാത്തത്? നമ്മൾ പ്രധാനപ്പെട്ടത് എന്താണോ അത് മാത്രമേ കേൾക്കുള്ളൂ. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ ഖുർആൻ വായിച്ചു പോകുമ്പോൾ നമ്മൾക്ക് അപ്പോൾ മനസ്സിൽ വരുന്ന, നമ്മൾ ശ്രദ്ധിച്ച് വായിക്കണം. മനസ്സിൽ വരുന്ന സംഗതികൾ വായിച്ച് പോവുക. വേഗത്തിലാണ് വായിക്കേണ്ടത്. മനസ്സിൽ വരുന്ന സംഗതി വായിച്ചു പോവുക. അപ്പൊ അടുത്ത പ്രാവശ്യം വായിപ്പിൽ നമ്മൾ അറിയാത്ത വിട്ടു പോകണം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. വിട്ടു പോകണം എന്നല്ല എന്റെ അർത്ഥം. അപ്പൊ ഒരു വാക്ക് വന്ന ദഹബു എന്നൊരു വാക്കുണ്ട്. അപ്പൊ നമ്മൾ പഠിച്ചാണല്ലോ. ഇത് എനിക്ക് ഓർമ്മയിൽ വരുന്നില്ലെന്ന് കണ്ടാൽ വളരെ ഇങ്ങനെ ആലോചിച്ച് നോക്കണം. അപ്പൊ ചില വാക്ക് നമ്മൾ കിട്ടാതെ ഉണ്ടാവും, അത് വിട്ടേക്കണം. അപ്പൊ നമ്മൾ കേൾക്കാത്ത വാക്കാണ്. ദഹബു നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? ശരിയാ, നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ റഷീദ് സാർ പറഞ്ഞ പോലെ കേട്ടിട്ടുണ്ടല്ലോ, എന്തോ അതിന്റെ അർത്ഥം എന്റെ മനസ്സിരിക്കുന്ന പോലെ തോന്നുന്നു. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിച്ചു നോക്കാം. ഓക്കെ. അപ്പൊ അത്രയും സ്ലോ ഫരീദ് സാഹിബ് പറഞ്ഞതുപോലെ അത്രയും സ്ലോയിൽ പോകണമെന്നല്ല പറഞ്ഞത്. ഇപ്പം സഹോദരി ഒരു അർത്ഥം പറഞ്ഞില്ല. എന്താ അർത്ഥം പറഞ്ഞത്? മുന്നേറുക. അപ്പൊ സാരിഉ എന്ന് പറഞ്ഞാൽ മുന്നേറുക എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഏതെങ്കിലും പരിഭാഷ അങ്ങനെ എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മുന്നേറുക എന്ന് പറഞ്ഞാൽ സാബിക്കൂന്നല്ലേ? അതാണ് മുന്നേറുക. അപ്പൊ സാബിക്കു എന്ന് പറഞ്ഞാൽ എന്താ? സാബിക്കു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതെ, എന്താ അതിന്റെ അർത്ഥം? അതെന്താ അതിന്റെ അർത്ഥം? മുൻകിടക്കുന്നാണോ? അതുമല്ല. സാബക്ക എന്ന് പറഞ്ഞാൽ മത്സരിച്ച് മുന്നേറുക എന്നാണ്. ഈ വാക്കുകളൊന്നും പരിഭാഷയിൽ ഉണ്ടാവില്ല. നിങ്ങൾ എഴുതിയിട്ടുണ്ടോന്ന്? പരിഭാഷ എപ്പോഴും സംക്ഷിപ്തമായിട്ടായിരിക്കും എഴുതുക. മാത്രമല്ല മുസ്ലിങ്ങളല്ലാത്തവർക്ക്
കൂടി മനസ്സിലാകത്തക്ക രീതിയിലാണ് ഇപ്പോൾ പരിഭാഷ തയ്യാറാക്കുന്നത്. മുമ്പ് ഇപ്പൊ സി എൻ അഹമ്മദ് അലിയുടെ കാലത്തുണ്ടായിരുന്ന നമ്മൾ ഖുർആൻ പഠിക്കുന്ന സമയത്ത് ഓക്കെ സി എൻ അഹമ്മദ് അലിയുടെ പരിഭാഷ വായിക്കും. കാരണം എന്താ, അതിൽ വാക്കർത്ഥം ആ കറക്റ്റ് ഓർഡറിൽ കറക്റ്റ് വാക്കർത്ഥം വെച്ചിട്ടാണ് അത് എഴുതി പോയിരിക്കുന്നത്. അപ്പൊ കറക്റ്റ് ഓർഡറിൽ കറക്റ്റ് വാക്കർത്ഥം വെച്ച് എഴുതി പോകുമ്പോഴത്തേക്ക് അറബി അറിയാത്ത മുസ്ലിം അല്ലാത്ത ഒരാളെടുത്ത് വായിച്ച് നോക്കുമ്പോഴത്തേക്ക് അയാൾക്ക് കുറച്ച് ഒഴുക്ക് കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഒഴുക്ക് കൂടെ കിട്ടത്തക്ക രീതിയിലാണ് ഖുർആൻ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്തായി, നമുക്ക് അറബി ഭാഷയിൽ നിന്നുള്ള കിട്ടേണ്ട എസൻസ് അതിൽ കിട്ടൂല. എന്ന് വിചാരിച്ച് പരിഭാഷ വേണ്ടെന്നല്ല പറഞ്ഞില്ലായിരുന്നു. പരിഭാഷ പരിഹാരമല്ല, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് സാരിഉ എന്ന് പറഞ്ഞാലും സാബിഖു എന്ന് പറഞ്ഞാലും പരിഭാഷ ഇല്ലാത്ത ആശയമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി വേഗത്തിൽ പോവാ, സാരിഉകളിൽ വേഗത്തിൽ പോവാ. മാത്രമല്ല അതിലും മത്സരമുണ്ട് കേട്ടോ. സാര എന്ന് പറഞ്ഞാല് പരസ്പരം ധൃതി കാണിച്ചു എന്നാണ്. പരസ്പരം ധൃതി കാണിച്ചു. അപ്പൊ എന്തുണ്ട്, ഞാനും ധൃതി കാണിക്കുന്നു, മറ്റേയാളും ധൃതി കാണിക്കുന്നു. അപ്പൊ അയാളെക്കാളും ധൃതി ഞാൻ കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ മത്സരിച്ച് മുന്നേറുക എന്ന് തന്നെയാണ്. സാബക്ക എന്ന് പറഞ്ഞാൽ സബക്ക മുൻകടന്നു. സാബക്ക എന്ന് പറഞ്ഞാൽ പരസ്പരം മുൻകടന്നു. ഇപ്പൊ എന്തായി, പരസ്പരം മുൻകടന്നു എന്ന് പറഞ്ഞാൽ മത്സരിച്ച് മുൻകടന്നു. അപ്പൊ മസ്ബൂക്ക് എന്ന് പറയുമ്പോൾ അപ്പൊ അത് സബക്കയിൽ നിന്നും വന്നതാണ് കേട്ടോ. അത് സബക്കയിൽ നിന്നും വന്നതാണ്. സബക്ക മുൻകടന്നു, സാബിഖുൻ മുൻകടന്നവൻ. സബക്ക മുൻകടന്നു, സാബിഖുൻ മുൻകടന്നവൻ. സാബക്ക എന്ന് പറഞ്ഞതിന്റെ അർത്ഥമല്ല സാബിക്കിന്റെ അർത്ഥം കേട്ടോ. സബക്ക മുൻകടന്നു, സാബിഖുൻ മുൻകടന്നവൻ. സാബിഖ് മസ്ബൂക്ക് എന്ന് പറയുമ്പോൾ എന്തായി, കർമ്മത്തിന്റെ രൂപമായില്ലേ. മസ്ബൂക്ക് മുൻകടക്കപ്പെട്ടവൻ. അപ്പൊ വേറെ കുറച്ച് ആൾക്കാര് മുമ്പേ പോയപ്പോ ഇയാൾ എന്തായി, മുൻകടക്കപ്പെട്ടയാളായി. അപ്പൊ എന്തായി, ഇയാൾ പിന്നിലായി. അപ്പൊ ഞാൻ നമസ്കാരത്തിൽ മസ്ബൂക്കായിട്ട് വന്നെന്ന് പറഞ്ഞാൽ ഞാൻ പിന്തള്ളപ്പെട്ടവനായിട്ടാണ് വന്നതാണ്. ഓക്കെ, എവിടെ പറഞ്ഞ സയ്യാറത്ത് ശരിയാറ്റൻ. ഓക്കെ, ആദ്യ സയ്യാറത്ത് ശരിയാറ്റൻ എന്തായിരുന്നു അതിന്റെ ഉത്തരം പറഞ്ഞത്? ഉത്തരം പറയുക. അപ്പൊ എന്തായിരിക്കും അർത്ഥം? ഈ കാറിന് എന്തൊരു സ്പീഡാണ്. എത്ര സ്പീഡുള്ളതാണ് ഈ കാർ. അൽഖമർ ജമീലുൻ ചന്ദ്രൻ എത്ര മനോഹരമാണ്. ഹാദൽ ഖമീസു വസിഹുൻ ഹാദൽ ഖമീസ. ഹാദൽ ഫസ്ലു ലതീഫുൻ ഹാദൽ ഫസ്ല ഹാദൽ ഫസ്ല. തഅമ്മലിൽ അംസിലത, ഉദാഹരണത്തെ കുറിച്ച് ചിന്തിക്കുക അല്ലെങ്കിൽ ചിന്തിച്ച് വായിക്കുക. സുമ്മഖ്റഇൽ കലിമാത്തിൽ ആതിയത, സുമ്മഖ്റഇൽ കലിമാത്തി അൽ ആതിയത, തുടർന്ന് വരുന്ന പദങ്ങൾ വായിക്കുക. വക്തുബഹ, അതിനെ എഴുതുക. മഅ ദബ്തി അവാഖിരിഹ, അതിന്റെ അവസാനത്തെ അടയാളം കൃത്യമാക്കി, അതിന്റെ അന്ത്യം കൃത്യമാക്കിക്കൊണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ അന്ത്യത്തിലെ അടയാളം കൃത്യമാക്കിക്കൊണ്ട്. മുഹമ്മദുൻ, ഉദാഹരണം മുഹമ്മദുൻ, യാ മുഹമ്മദു. അപ്പോ യാ എന്ന് പറയുന്നത് ഹർഫ് നിദാ, പിന്നെ എന്താ പറയാ, വിളിക്കാനുള്ള പദമാണ് യാ. അത് കഴിഞ്ഞിട്ട് വരുന്നത് മുഹമ്മദുൻ എന്ന ഒരു നാമമാണ്. അങ്ങനെ ഒരു നാമമാണ് വരുന്നതെങ്കിൽ യാ മുഹമ്മദു എന്നാണ് വിളിക്കേണ്ടത്. യാ മുഹമ്മദു എന്ന് യാ വന്നാല് മുഹമ്മദു എന്ന് ഒരു നാമമാണ് വിളിക്കേണ്ടത്. ഹാമിദുൻ യാ ഹാമിദു, ഉസ്താദുൻ യാ ഉസ്താദു. അല്ല, ഹാമിദുൻ രണ്ട് ഇട്ടിട്ടാ ഒരു നോമാക്കണം. അത് ബുക്കിലുണ്ട്, അത് തെറ്റാണ്. ശരിയാക്കിയാൽ മതി. തെറ്റല്ലേ അത്? ഇത് നമ്മൾ ഒന്നാം പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ആണല്ലോ ഉസ്താദ്. എന്താണ് ബുക്കിൽ എന്താണ് വന്നത്? യാ ഹാമിദുൻ ആയിട്ടുണ്ട്. യാ ഹാമിദുൻ എന്നായിപ്പോയി. ശരിയാ, യാ ഹാമിദു, യാ ഹാമിദു.
ഉസ്താദുൻ യാ ഉസ്താദു നേരത്തെ പഠിച്ചതാണ് നമ്മൾ. ഇത് ഒന്നുകൂടെ ഒന്ന് എംഫസൈസ് ചെയ്യാണ്. ഒന്നാം പാർട്ടിലുണ്ട് ഇത്, ഒന്നാം പാർട്ടില്. അതെ, ഒന്നാം ഭാഗത്തിലുണ്ട്. ഇവിടെ എന്താ പറയുന്നതെന്ന് ചോദിച്ചാല് ഇവിടെ നമ്മള് ഇത് അവിടെ വന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഈ മുലാഹ് രണ്ടാമത്തെ വന്നിട്ടില്ല. രണ്ടാമത് വന്നിട്ടില്ല. അപ്പൊ ഉഖ്തു ഹാമിദിൻ, ഹാമിദിൻ അത് അപ്പൊ വന്നിട്ടില്ല. എന്താണ്? അപ്പൊ ഉഖ്തു ഹാമിദ് എന്ന് പറഞ്ഞാൽ ഉഖ്തിനെ ഹാമിദിലേക്ക് ഇലാഫത്ത് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിളിക്കുന്ന ആളുടെ പേര് വേറൊന്നിലേക്ക് ഇലാഫത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ, അപ്പം വിളിക്കുന്ന ആളുടെ പേരെന്ന് പറയുമ്പോൾ പേര് സ്വതന്ത്രമായിട്ട് വരുമ്പോൾ പേരിനെ മറ്റൊന്നിലേക്ക് ഇലാഫത്ത് ചെയ്യില്ല. അതേസമയം അബ്ദുല്ലാഹി, അബ്ദുർ റഹ്മാൻ എന്നൊക്കെ പറയുന്നതാണെങ്കിൽ അത് അബ്ദിനെ അള്ളാഹിലേക്ക് ഇലാഫത്ത് ചെയ്തിട്ടാണ് രണ്ടെണ്ണം ചേർന്നാണ് ഒരു പേര് വന്നത്. അപ്പൊ അങ്ങനെയുള്ള പേരുമൊക്കെ വിളിക്കുമ്പോൾ അതെന്താണ്? ഒന്നിനെ അടുത്തതിലേക്ക് ഇലാഫത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആദ്യത്തെ പദത്തെ രണ്ടാമത്തേതിലേക്ക് ഇലാഫത്ത് ചെയ്തിട്ടാണ് ഉള്ളതാണ് ആ പദമെങ്കിൽ അതിനെന്ത് ചെയ്യണം? ഫത്തഹാണ് കൊടുക്കേണ്ടത്, അഥവാ നെസ്ബാണ് കൊടുക്കുന്നത്. അപ്പൊ ഉഖ്തു ഹാമിദിൻ എന്ന് പറഞ്ഞാൽ ഹാമിദിന്റെ സഹോദരി എന്നാണ്. അപ്പോ ഹാമിദിന്റെ സഹോദരി എന്ന് വിളിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? യാ ഉഖ്ത ഹാമിദിൻ. ഹാമിദിൻ, യാ ഉഖ്ത ഹാമിദിൻ. അങ്ങനെ യാ ഉഖ്താൻ എവിടെയെങ്കിലും ഖുർആൻ വായിച്ചിട്ടുണ്ടെങ്കിൽ യാ ഉഖ്താൻ എവിടെയെങ്കിലും ഖുർആൻ വായിച്ചിട്ടുണ്ടോ? യാ അബത്തി. അല്ല, യാ ഉഖ്താന്ന് വായിച്ചിട്ടില്ലേ ഖുർആനില്? അത് തന്നെ. സഹോദരിമാർ എപ്പോഴും പറയാ ഞങ്ങളെ കുറിച്ച് ഖുർആനിൽ വന്നിട്ടില്ലെന്നാണ്. അപ്പൊ സഹോദരി എന്ന് വിളിച്ചിട്ടുണ്ട് ഖുർആനിൽ. യാ ഉഖ്ത ഹാറൂന എന്നാണ്. അവിടെ ഹാറൂന് കെസർ വരില്ല. കാരണം ഹാറൂൻ എന്താണ്? മംനൂഅ സർഫ് ആയതുകൊണ്ട് കെസർ വരില്ല. അവിടെ കെസറിന് വരെ 10 ആവും. അതുകൊണ്ടാണ് യാ ഉഖ്ത ഹാറൂന എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇലാവത്ത് ചെയ്യുമ്പോൾ ഒന്നാമത്തിന്റെ അടയാളമാണ് നമുക്ക് പ്രധാനം. ഈ ഇലാഫത്ത് കാരണമായിട്ടുള്ള രണ്ടാമത്തേന്റെ അടയാളം അത് വേറെ വിഷയമാണ്. അതങ്ങനെ തന്നെ വരും. ഒന്നാമത്തേന് എന്ത് ചെയ്യണം? ഫത്തഹത്ത് കൊടുക്കണം. യാ ഉഖ്ത ഹാമിദിൻ. അതേപോലെ അബ്ദുല്ലാഹി ആണെങ്കിൽ യാ അബ്ദല്ലാഹി. ഓക്കെ. അപ്പൊ ഈ ഫാത്തിമത്തു വരുമ്പോഴ് യാ ഫാത്തിമത്ത എന്നാണ് വരേണ്ടത്. എന്തുകൊണ്ട്? യാ വന്നുകൊണ്ട്. യാ വന്നുകൊണ്ട് എന്താ പറഞ്ഞത്? ഫാത്തിമത്ത് ഒരു പേരാണെങ്കിൽ ഒരു പേരില്ല, ഒരു ഫാത്തിമത്ത് ഒരു പദമല്ലേ ഉള്ളൂ. ആ, അപ്പൊ ഫാത്തിമത്തു. ഫാത്തിമത്തു അല്ല, ഹരീസാബിനെ തോന്നാൻ കാര്യം എന്താ? അല്ല, ഇവിടെ ഒരു ലൊമ്മുള്ളത്, രണ്ട് ലൊമ്മുള്ള ഒരു ലൊമ്മായി. അങ്ങനെയല്ല വിഷയം. ഇലാഫത്ത് ചെയ്യുമ്പോഴല്ലേ? അങ്ങനെയല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്, വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒരു പദമാണെങ്കിൽ, ഒരു നാമമാണെങ്കിൽ അതിന് ലമ്മാണ് കൊടുക്കേണ്ടത്. യാ വരുമ്പോൾ ലമ്മാണ് കൊടുക്കേണ്ടത്. ഓക്കെ. ഒന്നിനെ വേറൊന്നിലേക്ക് ഇലാഫത്ത് ചെയ്ത പദമാണെങ്കിൽ ഒന്നാമത്തേതിന് യാ വന്നത് കാരണമായി ഒന്നാമത്തേന് ഫത്തഹാണ് കൊടുക്കുക. ഇതാണ് വിഷയം. അല്ലാതെ രണ്ട് നമ്മുണ്ടായിരുന്നോ ഒരു നമ്മുണ്ടായിരുന്നോ എന്നതല്ല വിഷയം. ക്ലിയർ? അല്ല, ഞാൻ പറയുന്നത് ഫാത്തിമത്തുവിന് നോർമൽ കേസിൽ ഒരു ലൊമ്മാണല്ലോ ഉള്ളൂ. നിങ്ങൾക്ക് ഫാത്തിമയോട് പ്രത്യേക എന്തോ ഒരു മമത ഉണ്ടെന്ന് തോന്നുന്നില്ല. അത് നമ്മൾ കുറെ എഴുതി വെച്ചിട്ടുണ്ട്. ഫാത്തിമത്തിന് ഒരു നമ്മേ ഉള്ളൂ. അപ്പൊ യാ വന്നാലും ഒരു നമ്മ തന്നെ ഉള്ളൂ. നമ്മിനെ കുറച്ച് ഞാൻ ചിന്തിച്ചത് യാ ഉഖ്തു എന്നുള്ളത് യാ ഉഖ്ത വന്നപ്പോഴ് ഉഖ്തുവിന് ഒരു ലൊമ്മിടൂല. അങ്ങനെയാണ് ഈ ഫാത്തിമത്തുവിന്. അങ്ങനെയല്ല, അതല്ല വിഷയം. ഒരു നാമമാണോ ഒരു നാമത്തെ വേറൊന്നിലേക്ക് ഇലാഫത്ത് ചെയ്തതാണോ എന്നതാണ് വിഷയം. അപ്പൊ ഫാത്തിമത്ത് എന്ന് പറയുന്നത് എന്താണ്? ഇലാഫത്ത് ചെയ്യാതെ വരുന്ന പദമാണ്. അപ്പൊ ഫാത്തിമത്തിന് ഇലാഫത്തൊന്നും വരില്ല. സാധാരണഗതിയിൽ ഒരു വ്യക്തിയുടെ നാമം വേറൊന്നിലേക്ക് ഇലാഫത്ത് ചെയ്തിട്ടുണ്ടാവില്ല. അതേസമയം ഇപ്പൊ അബ്ദുല്ലാഹി എന്ന് പറയുന്ന ഒറ്റ പേരാണ്, ഒരാളുടെ പേരാണ്. അപ്പൊ അബ്ദിൻ, അള്ളാന്റെ ദാസൻ എന്നാണ് പേര്. അപ്പൊ എന്താണ്? അബ്ദുല്ലാ എന്ന രണ്ട് പദം ചേർന്നതാണ്. അപ്പൊ ഒന്നാമത്തെ പദം രണ്ടാമത്തെ ഇലാഫത്ത് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് അതിന് അബ്ദ എന്ന് പറയുന്നത്. യാ അബ്ദല്ലാഹി. അപ്പൊ അതേപോലെ ഇപ്പൊ പറഞ്ഞു ഉഖ്ത ഹാമിദ് എന്ന് പറഞ്ഞു. ഹാമിദ് എന്ന് പറഞ്ഞാൽ ഹാമിദിന്റെ സഹോദരി. അപ്പൊ എന്താണ്? സഹോദരിയെ ഹാമിദിലേക്ക് ഇലാഫത്ത് ചെയ്തിരിക്കുക. അതുകൊണ്ടാണ് ഉഖ്തിന് എന്ത് ചെയ്തിരിക്കുന്നത്? ഫത്തഹ കൊടുക്കുന്നത്. ഓക്കെ. അല്ലെങ്കിൽ യാ മുഹമ്മദു, യാ ഫാത്തിമത്തു.
ഓക്കെ. അപ്പോ ഇനി താഴെയുള്ളത് വായിച്ചു നോക്കി. യാ يا علي يا യാ അലിയു, യാ باس അടുത്തത് يا അബ്ബാസു رجل അടുത്തത് യാ റജു യാ റജുലു, അടുത്തത് യാ റജുലു يا യാ ബിന്തു بنت ആ يا يا بنت യാ شيخ ശൈഖു യാ മറിയമു يا യാ مريم يا يا مريم യാ يا അബ്ദല്ലാഹി عبد യാ الله യാ അബ്ദല്ലാഹി, അബ്ദല്ലാഹി بنت യാ يا അടുത്തത് بنت യാ بنت യാ ബിന്തു ആ بنت خالد خالد യാ ബിന്ത يا ഖാലിദിൻ യാ റഷീദ് ബിന്ത സാഹിബ് എന്താ വായിച്ചത്? ഖാലിദിൻ يا بنت يا خالد بنت خالد യാ ബിൻത ഖാലിദിൻ, അടുത്തത് يا يا യാ സായിഖ സയ്യാറത്തി سائق سائق യാ سيارة സായിഖ സയ്യാറത്തി, سيارة അടുത്തത് യാ യാ ഉമ്മ സഈദിൻ. യാ ഉമ്മ സഅദിൻ, യാ ഉമ്മ സഅദിൻ. ഒരാൾ വായിച്ചു പിന്നെ يا മറ്റൊരാൾക്ക് عبد സംശയമായി. സഈദില്ല يا ഇവിടെ, يا عبد സഅദിൻ, യാ ഉമ്മ الرحمن സഅദിൻ. يا 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 യാ عبد عبد الرحمن الرحمن يا عبد الرحمن ഞാൻ ആബിദുർ يا റഹ്മാൻ, ബാ എന്ത് ചെയ്യണം? رب കൽക്കലത്താക്കണം. الكعبة يا رب യാ الكعبة റബ്ബൽ യാ കഅബത്തി റബ്ബൽ കഅബ, യാ യാ ഇമാമൽ إمام മസ്ജിദി المسجد يا അടുത്തത് إمام المسجد يا യബ്ന يا يا ഇബ്ന ابن അബ്ബാസ്. يا ابن عباس യാ ഇബ്ൻ عباس അബ്ബാസ് അല്ല, യബ്ന അബ്ബാസ്. يا ابن ابن يس ابن عباس യബ്ന عباس يا ابن യബ്ന യബ്ന അബ്ബാസ്. യബ്ന യബ്ന ഓ അബ്ബാസിൻ പിന്നെ അടുത്തത് യാ അല്ല ഞാൻ പറയട്ടെ, അങ്ങനെ വരുമ്പോഴ് ഈ യാ ദീർഘിക്കാതിരിക്കാൻ വേണ്ടിയാണ് ചില ഖുർആനിൽ ചില ഭാഗത്ത് ഈ അലിഫിന്റെ മുകളിൽ ഒരു സീറോ ഇട്ടേക്കണേ. ഖുർആൻ അലിഫിന്റെ വായിക്കുമ്പോഴേ മുകളിൽ سير യാ ആകുന്ന അലിഫിന്റെ മുകളിൽ സീറ ആയിരിക്കുമല്ലോ. لما لا യാ യാ ولا ഹർഫിന്റെ യാ അവിടെ ترى ഉണ്ടാവും, അവിടെ ഉണ്ടാവില്ല, ആ യായിൽ ഉണ്ടാവില്ല. അതേസമയം വേറെ ചില അലിഫിന്റെ മുകളിൽ സീറോ ഉണ്ടാവും, അത് വേറെ കേട്ടാ. അത് എന്തായിരുന്നാലും അവിടെ യാ അലിഫ് സൈലന്റ്, ആ അക്ഷരം സൈലന്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് അവിടെ ഒരു ഏകദേശം ഫുൾ സർക്കിൾ ആയിരിക്കും ഉണ്ടാവുക. ഇപ്പൊ ദഹബൂ എന്നുള്ള ഇടത്തിൽ വാവ് ഇട്ടിട്ട് അലിഫ് ഇട്ടിട്ട് അതിന്റെ മുകളിൽ സീറോ ആയിരിക്കോ? അത് ദഹബു, അത് വേറെ അലിഫ്. അപ്പൊ അതിൽ സീറോ വരും ചിലപ്പോ അല്ലെ? അപ്പൊ ചിലപ്പോഴല്ല, എപ്പോഴും ഉണ്ടാവും. ഓക്കെ. يا സിഫർ അല്ല, അത് ഏകദേശം ഒരു 5 പോലുള്ള, അറബിയിൽ 5 പോലുള്ള ഒരു റൗണ്ടാണ്. സൂക്ഷിച്ച് നോക്കിയാലേ അറിയാൻ പറ്റും. കണ്ണട വയ്ക്കുന്നവരൊക്കെ കണ്ണട ഊരിട്ട് നോക്കണം. യബിൻ അബ്ബാസ്, അപ്പൊ യബിന് അബ്ബാസിൻ. യബ്നാന്നാണ് പോയത് അല്ലെ? യബ്ന. അടുത്തത് അബൂബക്രിൻ യാ സുക്കൂനല്ലേ അത്? അബാബക്രിൻ യാ അബാ ബക്രിൻ, യാ അബാ ബക്രിൻ. അപ്പൊ അബൂബക്കറിനെ അബാബക്കറാക്കിയാണ് പറയുക. അത് നമ്മൾ അസ്മാഉൽ ഖംസ പഠിച്ചില്ലേ? അസ്മാഉൽ ഖംസ പഠിച്ചപ്പോഴത്തേക്ക് പറഞ്ഞായിരുന്നു. അടുത്ത് ഇന്ന് നമ്മൾ കുറച്ച് എക്സസൈസ് കൂടുതൽ വായിക്കും, കാരണം നമ്മൾ ഇന്ന് പുതിയൊന്നും പഠിക്കുന്നില്ല, വായിച്ചു പഠിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമുക്കിത് തീർക്കാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ എക്സസൈസ് ഇപ്പോൾ മുഴുവൻ വായിക്കാത്തതുകൊണ്ട് ചില ആൾക്കാർ ക്ലാസ്സിൽ പങ്കെടുക്കാത്ത ചില ആൾക്കാർക്കാണ് പരാതി ഉള്ളത്. പക്ഷെ എന്തായിരുന്നാലും എക്സസൈസ് കംപ്ലീറ്റ് വായിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഫുള്ള് വായിച്ചു പോവാം. തഅമ്മലൽ അംസിലത സുമ്മ അയ്യിൻ. അയ്യിൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പോയിന്റ് ഔട്ട്. അപ്പോയിന്റ് എന്നും അർത്ഥമുണ്ട്. അയ്യൻ എന്ന് പറഞ്ഞാൽ അപ്പോയിന്റ് ചെയ്യുക എന്നും അർത്ഥമുണ്ട്. ഇവിടെ എന്താണ്? ഇവിടെ പോയിന്റ് ഔട്ട്, അടയാളപ്പെടുത്തുക. ഇംഗ്ലീഷ് റീഡ് ദ എക്സാമ്പിൾ ആൻഡ് ദെൻ റീഡ് ദ വേർഡ്സ് ഇൻ ദ സൗണ്ട് ഫെമിനിൻ പ്ലൂറൽ ഫോം. അത് ഇവിടെ കണ്ടെത്തുക എന്ന അർത്ഥത്തിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ ഫൈൻഡ് ഔട്ട്. അതെ, പ്ലൂറൽ ഫോം വിത്ത് ദ കറക്റ്റ് എൻഡിങ്. ثم عين فيما يلي جمع المؤنث السالم وضبط آخره. അപ്പൊ ജംഅ മുഅന്നസ് സാലിമിനെ കുറിച്ച് നമ്മൾ ഇവിടെ പറഞ്ഞത്. ജംഅ മുഅന്നസ് സാലിം. മുഅന്നസ് സാലിം എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗ ബഹുവചനം. സ്ത്രീലിംഗ ബഹുവചനം. അതിന് സാലിം എന്ന് പറയാൻ കാര്യം എന്താ?
ബ്രോക്കൺ പ്ലൂറലോ? ബ്രോക്കൺ അല്ല, ബ്രേക്ക് ആകാത്തതാണ്. നോൺ ബ്രേക്കാണ്. നോൺ ബ്രേക്കിംഗ്. അതായത് സേവ് ഓർ സൗണ്ട് പ്ലൂറൽ എന്നൊക്കെയാണ് അറബി ഇംഗ്ലീഷിൽ പറയുന്നത്. സൗണ്ട് പ്ലൂറൽ, അവിടെ സൗണ്ട് ഫെമിനിൻ പ്ലൂറൽ എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സിംഗുലർ സേഫ് ആയിരിക്കും, സിംഗുലർ സേഫ് ആയിരിക്കും. അതുകൊണ്ടാണ് സാലിം, ജമ്മു മുന്നേ സാലിം എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് മുഅ്മിനത്തുൻ എന്ന് പറഞ്ഞപ്പോ മുഅ്മിനത്തിന്റെ എന്താണ്? മുഅ്മിനാത്തുൻ. അപ്പം സിംഗുലർ സേഫ് ആണെന്ന് പറഞ്ഞാൽ അവിടെ മുദക്കർ ഫോം ആയിരിക്കും സേഫ് ആയിട്ടുള്ളത്. മുഅ്മിനു എന്ന് പറയുന്നത് വരെ ബ്രേക്ക് ഉണ്ടാവില്ല. പിന്നെ ആഫിയർ. അതുകൊണ്ടാണ് അതിനെ സേഫ് അല്ലെങ്കിൽ സൗണ്ട് പ്ലൂറൽ എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ആത്തുള്ള ബഹുവചനങ്ങളെല്ലാം എന്താണ്? ആത്തുള്ളത്. റഅയ്തു സയ്യാറത്തൻ, പിന്നെ റഅയ്തു സയ്യാറാത്തിൻ. അപ്പൊ സയ്യാറത്തൻ എന്നുള്ളത് ഫതഹത്ത് കൊണ്ടാണ് നസ്ബിയിരിക്കുന്നത്. അതാണ് അതിന്റെ ഒറിജിനൽ അടയാളം. നസ്ബിന്റെ ഒറിജിനൽ അടയാളം ഫതഹത്താണ്. അതേസമയം സ്ത്രീലിംഗ ബഹുവചനത്തിൽ വരുമ്പോൾ അത് നസ്ബിന്റെ അടയാളം കസ്റത്താണ്. കേട്ടാ, നസ്ബിന്റെ അടയാളം അവിടെ കസ്റത്തായിരിക്കും. കാരണം മുസ്ലിമാത്തൻ, മുഅ്മിനാത്തൻ, സയ്യാറാത്തൻ എന്നൊരിക്കലും വരും. അപ്പം ഫതഹിന് പകരം കസ്റായിരിക്കും കൊടുക്കുക. റഅയ്തു സയ്യാറാത്തിൻ, റഅയ്തു ഞാൻ കണ്ടു. എന്തിനെ കണ്ടു? സയ്യാറാത്തിൻ. അത് മഫ്ഊൽ ബിഹിയാണ്. അതുകൊണ്ട് വാഹനങ്ങളെ. സഅലത്തിൽ മുദീറത്തു അത്വാലിബത, സഅലത്തിൽ മുദീറത്തു അത്വാലിബത. മുദീറത്ത് എന്താ? സ്കൂളിലാണെങ്കിൽ പ്രധാനാധ്യാപിക, ഹെഡ്മിസ്ട്രസ്. അപ്പൊ ഹെഡ്മിസ്ട്രസ് താലിബത്തിനോട് ചോദിച്ചു. പിന്നെ ബഹുവചനം എന്നാൽ അപ്പൊ താലിബത്ത് അവിടെ മൻസൂബാണ്, നസ്ബ് ചെയ്യപ്പെട്ടതാണ്. അവിടെ ഫതഹത്താണ് അടയാളം. സഅലത്തിൽ മുദീറത്തു അത്വാലിബാത്തി. ബഹുവചനം എന്നാൽ അത്താലിബാത്താന്ന് ഒരിക്കലും പറയില്ല, മറിച്ച് എന്താണ്? താലിബാത്തി. ഫതഹിന് പകരം അവിടെ സ്ത്രീലിംഗ സുരക്ഷിത ബഹുവചനമായതുകൊണ്ട് കസ്റത്താണ് കൊടുക്കുക. അപ്പോ സഅലത്തിൽ മുദീറത്തു താലിബാത്തി. ഖറഅത്തുൽ ജുംല, ഖറഅത്തുൽ മജല്ലത, ഖറഅതു അൽ മജല്ലത. ഞാൻ മാഗസിൻ വായിച്ചു. സഅലത്തിന് എന്താണ്? അടിയിലൊരു കെസറ് കാണേണ്ടല്ലോ സഅലത്തിന്. അതെ, അത് ഗ്രാമറിലുള്ളത് സഅലത്ത് എന്നാണ്. ചേർത്ത് വായിക്കുമ്പോൾ റീഡിങ്ങിന്റെ നിയമമാണ് സഅലത്തിൽ മുദീറത്ത്. ഓക്കെ. ഖറഅത്തുൽ മജല്ലത, ഖറഅതു അൽ മജല്ലാത്തി, അൽ മജല്ലാത്തി. അപ്പൊ അവിടെ നസ്ബി ചെയ്തത് കസ്റത്ത് കൊണ്ടാണ് നസ്ബി ചെയ്തത്, സ്ത്രീലിംഗ സുരക്ഷിത ബഹുവചനമായതുകൊണ്ട്. അടുത്തത് ഇനി ക്വസ്റ്റ്യൻ or exercise. ഖലഖല്ലാഹു ശംസ വൽ ഖമറ വൻ നുജൂമ വൽ ബിഹാറ വൽ അർദ വസ്സമാവാതി. അതേപോലെ സഅലൽ അബു അൽ അബ്നാഅ വൽ ബനാതി. കതബതു ഹാദിഹിൽ കലിമാതി. റഅയ്തുൽ അത്തിബ്ബാഅ വൽ തബീബാത്തി. അത്തിബ്ബാഇന് ഫതഹത്താണ്, തബീബാത്തിന് കസ്റത്താണ്. ഗസലൽ വലദു നിങ്ങള് കഥ അറിയാതെയാണ് ആട്ടം കാണുന്നത്. കഥ അറിയാതെ ആട്ടം കാണാണോ? അത് കഥ അറിയാതെ ആട്ടം കാണാമെന്ന് അറിയാൻ വേണ്ടിയാണ് ഇടയിൽ മാറ്റി ചോദിക്കുന്നത്. വേറെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെയാണ് സംസാരിക്കുന്നത്. അഞ്ച് വായിക്കും ഒരാള്, ഒരു സഹോദരി വായിക്കും. ഗസൽ ബലദു സയ്യാറത്ത. എല്ലാം ബ്രേക്ക് ചെയ്ത് വായിക്കും. നേരത്തെ ഫരീസായി പറഞ്ഞ സ്ലോ അല്ല. ഗസൽ ബലദു സയ്യാറത്ത.
അടുത്തത് അസാദിസ് ഗസൽ വലതു വസ്സലൽ വലതു സയ്യാറാത്തി തയ്യാറാത്തി സയ്യാറാത്തി. അസാബി അഖൽത റിയാല യാലാ അഖൽത റിയാല യാതാത്തി യാ യാ يا ബുനയ്യ യാ യാ ബുനയ്യ. ബുനയ്യ. അസാമിൻ ബുനയ്യ എന്താണ്? മകനെ മകൻ കുഞ്ഞുമോൻ കുഞ്ഞുമോൻ കുഞ്ഞുമോനാണ് ബുനയ്യ. ഇബിനുൻ അല്ലേ? ഇബിനുൻ മകൻ ഇബിനുൻ മകൻ നമ്മൾ നേരത്തെ ഷോർട്ട് ആക്കുന്ന രൂപം പഠിച്ചില്ലേ? ഇബിനുൻ മകൻ. ബുനൈ ബുനൈ കുഞ്ഞുമകൻ കുഞ്ഞുമോൻ. കുഞ്ഞുമകന്. കുഞ്ഞുമോൻ എന്ന് പറഞ്ഞല്ലോ നിങ്ങള്. കുഞ്ഞുമോൻ. പിന്നെ യാ ചേർത്ത് എന്തിനാണ്? കിതാബി എന്ന് പറയുന്ന യാ ഉൽ മുത്തക്കല്ലിം. അങ്ങനെയാണ് രണ്ട് യാ വന്നത്. ബുനയ്യ എന്റെ കുഞ്ഞുമോൻ. ആ പൊന്നുമോനല്ല. എന്റെ കുഞ്ഞുമോനെ പൊന്നുമോനല്ല. എന്റെ പൊന്നിനെ ഒന്നും ഇവിടെ ആർക്കും വേണ്ട. എന്റെ കുഞ്ഞുമോനെ എന്റെ പൊന്നിപ്പോ കുഞ്ഞുമോനെ. ആർക്കും വേണ്ടാണ്ടായി. പൊന്നിപ്പോ ആർക്കും വേണ്ടാണ്ടായി ഉസ്താദ്. അതെ അതെ. സമാനിയ സഅല ബിലാലുൻ സുമലാഅഹു. അവിടെ എന്താണ്? പത്താത്ത് കാണാം. സഅലത്ത് സൈനബു സോലാത്തിഹ ജമീലാത്തിഹ. ജമീലാത്തിഹ ജമീലാത്തിഹ. ആശർ ഖറഅത്തുൽ കുതുബ വസ്സുഹഫ വൽ മജല്ലാത്തി. മജല്ലാത്തി വൽ മജല്ലാത്തി. المجلات 11 رأيت إخوة حامدا وأخواته أخواته. قرأنا أنا هذه الصفحات أوكي. التاسع تأمل المثال ثم أدخل. അദഖിൽ അറിയാലോ. ദഖല പ്രവേശിച്ചു, അദഖിൽ പ്രവേശിപ്പിച്ചു. ദഖല പ്രവേശിച്ചു, അദഖല പ്രവേശിപ്പിച്ചു. സുമ്മ അദഖിലു അദഖിൽ ദെൻ എൻറ്റർ. ഹംസത്ത് ഇസ്തിഫ്ഹാമിന്റെ ഹംസത്തിന് അലൽ ജുമലിൽ ആത്തിയ ഇൻ ദ ഫോളോയിങ് സെന്റൻസസ്. അൽ ബിഹാറു ജംഉൽ ബഹർ. അൽ ബിഹാറു ജംഉൽ ബഹർ. അപ്പൊ എന്ത് ചോദിക്കണം ചേർത്ത് വായിക്കുമ്പോ? അൽ ബിഹാറു ജംഉൽ ബഹർ എന്ന് പറയുമ്പോ ആ കഴിഞ്ഞിട്ട് അൽ ബിഹാർ എന്ന് പറഞ്ഞാൽ ആൽ ബിഹാർ. അപ്പൊ ഒന്നാമത്തത് ഹംസാണ്, രണ്ടാമത്തത് അല്ലിന്റെ അലിഫാണ്. അപ്പൊ രണ്ടും കൂടെ ചേരുമ്പോ ശരിക്കും എന്താണ്? അല്ലിന്റെ അലിഫ് പോയിട്ട് ഒരു ഹംസും പിന്നീട് അല്ലിന്റെ ലാമിന് സുക്കൂനാണ് പറയുന്നത് സാധാരണ, അല്ലേ? അങ്ങനെയല്ല വേണ്ടത്, അവിടെ നീട്ടിയാണ് വേണ്ടത്. ആൽ ബിഹാറു. കാരണം എന്താണ്? അവിടെ ചോദ്യമാണെന്ന് അറിയാൻ വേണ്ടിയാണ്. ആൽ ബിഹാറു ജംഉൽ ബഹർ. അൽ ആന ഖറജത. അൽ ആന ഖറജത. ചോദ്യം ചോദിച്ചാൽ എന്ത് പറയും? ഓക്കെ, രണ്ടിന്റെ അർത്ഥം എന്താണ്? അൽ ആന ഖറജത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നീ ഇപ്പൊ പോയോ? അൽ ആന ഖറജത എന്താ അർത്ഥം? അൽ ആന ഖറജത എന്താ അർത്ഥം? നീ ഇപ്പോൾ പുറപ്പെട്ടോ? എന്നാണോ? പുറപ്പെട്ടോന്ന്. നിങ്ങൾ എന്നില്ലാതെ പറയും. അവസാനത്തെ അടയാളം കേൾക്കട്ടെ മലയാളത്തില്. അർജത്ത നിങ്ങളിപ്പോ പോയോന്ന്, പുറപ്പെട്ടോന്ന്. അവസാനത്തെ അടയാളം കൃത്യമായിട്ട് കേൾക്കത്തക്ക രീതിയിൽ അവസാനം ലാസ്റ്റ് വാക്ക് ഒന്നും ചേർക്കാതെ പറയും. ഹർജത്ത. ഇതിന്റെ ഹർക്കത്തല്ല, മലയാളത്തിന്റെ ഹർക്കത്ത്. അൽ ആന ഖറജത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മലയാളത്തിൽ അത് മാത്രം പറയും. ഇപ്പോൾ നീ പുറപ്പെട്ടോ? എന്നാണോ? പുറപ്പെട്ടോ എന്നാണോ? പറഞ്ഞാലേ ശരിയാവുള്ളൂ. അല്ലിൽ മാത്രമേ ഉള്ളൂ.
ആയിരം അതാണ് പുറപ്പെട്ടു അതാണ് എന്നല്ലേ? അതാണ് ടാക്കി പുറപ്പെട്ടു ലമ്മാണോ പുറപ്പെട്ടു ലമ്മാണോ നീട്ടു ലമ്മാണോ? പുറപ്പെട്ടു നീട്ടുവമ്മല്ല, അല്ല ലെമ്മല്ലല്ലോ, ബ്രഹ്മ നെസ്ബല്ലേ ഫത്ത്. നീട്ട് ലൊം അല്ലെങ്കില് നീ ഇപ്പോൾ പുറപ്പെട്ടു. നീ ഇപ്പോൾ പുറപ്പെട്ടു പുറപ്പെട്ടു. അൽ ആന ഹർജിത്ത എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം എന്താണ്? ഇപ്പോൾ നീ അതിന്റെ പുറപ്പെട്ടു. അവസാനത്തെ അടയാളം കറക്റ്റ് ആയിട്ട് പറയൂ. ഹർജ ഹർജു ഹർജിത്ത. നിങ്ങൾ അപ്പൊ മലയാളം പുറപ്പെട്ടു, ചോദിക്കുമ്പോ നീ മറവി പുറപ്പെട്ടു. പറയും, അറബി ചോദിക്കും മലയാളം പറയും. എന്താ അങ്ങനെ? ഇപ്പോൾ നീ ഹർജിത്ത പുറപ്പെട്ടു. നീ പുറപ്പെട്ടു. അങ്ങനെ പുറപ്പെടു കറക്റ്റ് ആയിട്ട് പറയും. നീട്ടില്ലെങ്കിൽ നീട്ടാതെ പറയും. ഇപ്പോൾ നീ പുറപ്പെട്ടു. അങ്ങനെ പറയും. ഇത്രയും നേരം ഋഷിത പറഞ്ഞിരുന്നത് എന്താണ്? ചോദ്യമായിട്ടല്ലേ പറഞ്ഞത്? അതെ, ഞാൻ മറ്റേ ആ പ്ലസ് അല്ലിന്റെ സെൻസിൽ ചിന്ത പോയി. അവിടെയാണ് അതുകൊണ്ട് കഥ ചോദിച്ചത്. അറിയാതെ ആട്ടം കാണുന്നത് ഞാൻ ചോദിച്ചത്. അതെ അതെ അതെ. അതുകൊണ്ടാണ് 10 പ്രാവശ്യം ആവർത്തി ചോദിക്കേണ്ടത്. അപ്പൊ ഇവിടെ ചോദ്യം തന്നിട്ട് മറ്റേ ചേർക്കാനേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ആദ്യം തന്നെ ചേർത്ത് പറഞ്ഞാൽ എന്ത് ചെയ്യും? അതാണ് പറ്റിയത്. ഓക്കെ, അതിന്റെ ഉത്തരം പറയൂ. ആൽ ആന ഹർജിത്ത. ആൽ ആന ഹർജിത്ത. ഇപ്പോൾ നീ ഓക്കെ, പുറപ്പെട്ടു. അപ്പൊ അവിടെ കുറിച്ച് നീട്ടി പറയും. നീട്ടി പറയും, എന്നാലേ അറിയാൻ പറ്റുള്ളൂ. ആൽ ആൽ ആന ആന ഹർജിത്ത. ഇപ്പോൾ നീ പുറപ്പെട്ടോ. ഇപ്പോൾ പുറപ്പെട്ടുവോ? അങ്ങനെ പറയും. പുറപ്പെട്ടുവോ? അതെ, തൃശ്ശൂർക്കാരെ അത്രയും പറയാൻ പറ്റും. ആൽ ആൽ ആന ഹർജത്ത. ഓക്കെ, എന്താണ് അതിന്റെ അർത്ഥം ഋഷി സാറേ? ഇപ്പോൾ നീ പുറപ്പെട്ടോന്നു. നിങ്ങൾ ഈ എന്ന് ചേർക്കുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റാത്തത്. ആല് ചേർക്കുമ്പോ ആണ് ചോദ്യം വരിക. ഞാൻ ചോദിക്കുന്നത് മനസ്സിലാകുന്നില്ല. നീട്ടുമ്പോഴേ. ഓക്കെ, രണ്ടാമത്തെ പറയും. അൽ യൗമ റജഅ അബൂക മിൻ ദിമഷ്കസ്. എന്നാണ് ദിമഷ്കഷ് എന്നാണ് ദിമഷ്ക. ദിമഷ്ക എന്ന് പറഞ്ഞാൽ എന്താ? ദിമഷ്ക ഡമാസ്കസ്. ഡമാസ്കസ്. രണ്ടും കൂടെ ചേർത്തിട്ടാണ് സഹോദരി വായിച്ചത്. ദിമഷ്കഷ് ആണ്. അതെ. ദിമഷ്ക. ഡമാസ്കസിന്റെ ഉപ്പ വാപ്പ ഇന്ന് ഇന്ന് റജ ദിമഷ്കത്തിൽ മടങ്ങി. നിന്ന് മടങ്ങി. മടങ്ങി. ഇതേപോലെ പറയണം, എന്നാലേ കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ. ഗ്രാമർ പഠിക്കുമ്പോൾ നീട്ടില്ലെങ്കിൽ നീട്ടില്ലാവരാണ്. ഓക്കെ, അതിന്റെ ഉത്തരം പറയും. അൽ യൗമ റജഅ അബൂക. അൽ-യൗമ റജഅ അബൂക മിൻ നിന്റെ ദിമഷ്ക. വാപ്പ ഇന്ന് ദിമസ്കസിൽ നിന്നും മടങ്ങിയോ? ആണോ? അങ്ങനെയാണോ ചോദ്യം? അത് മുമ്പ് പഴയ കഥയിലാണ്. ഇന്ന് ഇന്ന് മടങ്ങുമോ? ഡമാസ്കസിൽ നിന്നും ഇന്നാണോ മടങ്ങിയത് എന്നല്ലേ? അങ്ങനെ പറയും. ഒരാളെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, അത് മതി. ഇന്നാണോ മടങ്ങിയത്? ആയോമ ഇന്നാണോന്ന്. ശരി. അതാ ചോദ്യം. യൗമാണോ? എല്ലാ അഭിവാദ്യങ്ങളും. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ നിർത്താം കേട്ടോ. അത് നമുക്ക് അടുത്ത പ്രാവശ്യം വായിക്കാം. ആൽ ബഹാറു മുതല് അടുത്ത പ്രാവശ്യം നമുക്ക് വായിക്കാം. ഓക്കെ, 9 തൊട്ട് വായിച്ചാൽ മതി അടുത്ത പ്രാവശ്യം ഇൻഷാ അല്ലാഹ്. ഓക്കെ. തമ്മിൽ താസ്. അപ്പൊ ഒന്നാമത്തേല് ഇങ്ങനെ വരുമ്പോ ഇന്നാണോ എന്ന് പറയുമ്പോഴ് ആൽ ആന ഹർജിത്ത എന്ന് വരുമ്പോ എന്തായിരിക്കും? എന്താ അർത്ഥം? ആ രീതി പറയുമ്പോഴ് ഇപ്പോഴാണോ എന്നാണ്. നേരത്തെ നമ്മൾ ചോദിച്ചിടത്തൊക്കെ നമ്മൾ വേറെ ചില ഫോക്കസിലായി. ആൽ ആന ഹർജിത്ത എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണോ നീ പുറപ്പെട്ടതെന്ന്. അങ്ങനെ വരും. ഇപ്പോഴാണോ നീ പുറപ്പെട്ടത്? ആൽ ആന ഖുറാനിലുണ്ടോ? ആൽ ആന ഖുറാനിൽ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. എന്താ അങ്ങനെയാണോ? ആൽ ആന ഖഫഫ എന്നാ അവിടെ എന്തായാലും ആൽ ആനയല്ല. അൽ ആന ഖഫഫ അല്ലാഹു എന്നാണ്. ഇപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് ലഘുവാക്കിയിരിക്കുന്നു. ആൽ ആന വേറെ ഉണ്ട്.
ഉണ്ട്. അത് ആ ഫിറൗൻ ആരാണ് അത്? എന്തായിരുന്നാലും ആൾ ആനൻ ചോദ്യമുണ്ട് ഇവിടെ. ഫിറൗൻ മുങ്ങിയില്ലേ? മുങ്ങിയപ്പോ സമയത്ത് കാല ആമൻതും റബ്ബി ഹാറൂന മൂസ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ ഖുർആൻ ചോദിച്ചതാണ് ആൽ ആൻ, ഇപ്പോഴാണോ നീ വിശ്വസിക്കുന്നതെന്ന് ചോദിച്ചു. ആൽ ആൻ. ഓക്കെ, വേറെ എന്താ? വേറെ അങ്ങനെ അറബി ഭാഷയോട് പ്രിയം കൂടി കൂടി വരണേ. മാഷാ അല്ലാ. അപ്പൊ റിയാദ് സ്വാലിഹീൻ വാങ്ങിയോ? ഇല്ല, വാങ്ങണം. അതെവിടെ കിട്ടും സാറേ? എവിടെ അവൈലബിൾ? അത് എജ്യുമാർട്ടിൽ കിട്ടും. എവിടെ? സാർ എവിടെയുള്ള റഷീദ് സാർ എവിടെയുള്ളത്? എജ്യുമാർട്ടിൽ ബുക്ക് അവിടെ കിട്ടും. അറബി ഉസ്താദെ ബുക്ക് ഞാനിപ്പോ അടുത്ത ശനിയാഴ്ച ദുബൈയിലേക്ക് പോകുന്നുണ്ട് ഇൻഷാല്ലാ. അപ്പൊ ദുബൈയിൽ നമുക്ക് പോയ എന്താ അവിടെ അറബി? റിയാദ് സ്വാലിഹീൻ വാങ്ങിയോ? റിയാദ് സ്വാലിഹീൻ വാങ്ങാം. റിയാദ് സ്വാലിഹീൻ മുഖ്തസർ ബുഖാരി വാങ്ങാം. മുഖ്തസർ ബുഖാരി അത് ഷാർജയിൽ കിട്ടുമല്ലോ അല്ലെ? ഷാരിക്കയിൽ കിട്ടും. ഷാരിക്കയിൽ കിട്ടും. അങ്ങനെ പറയാൻ പാടുള്ളൂ. നിങ്ങൾ ഇതിൽ ഫ്ലൈറ്റ് കയറുമ്പോ എന്താ പറയുന്നത്? അവര് ഷാർജ എന്നാ പറയുന്നത്. ഫ്ലൈറ്റ് കയറുമ്പോ അറബിയിൽ പറയും ഷാരിക്ക എന്നല്ലേ പറയുന്നത്. അതെ, അവിടെയൊക്കെ ബോർഡ് എഴുതി ഷാരിക്ക എന്നല്ലേ. നമ്മൾ അറബി ബോർഡേ വായിക്കാവൂ. ഗൾഫിൽ ചെന്നാലേ അറബി ബോർഡേ വായിക്കാവൂ, ഇംഗ്ലീഷ് ബോർഡ് വായിക്കും. ഞാനതാ ചെയ്യാറ്. അബുദാബിയാണ്. ഇത് അബുദാബി ആക്കിയിട്ട് നമ്മളൊക്കെ മാറ്റി അബുദാബി. ഇപ്പൊ കുറച്ചെങ്കിലും മാറ്റമുണ്ട്. അബു ദബി എന്നെങ്കിലും പറയുന്നുണ്ട് ഇപ്പൊ. അബുദാബി അവിടെ ദുബായ് അല്ലേ? ദുബായ്. അപ്പൊ പിന്നെ ഒരു റയസ് ഉണ്ടല്ലോ. റയസുള്ള സ്ഥലം ഏതാണ്? റയസുള്ള സ്ഥലം ഇല്ലേ? നിങ്ങൾ കണ്ടില്ല? റയസുള്ള സ്റ്റേറ്റ് ഉണ്ടല്ലോ അവിടെ. റാസർ കൈമ. അതിന്റെ ഒറിജിനൽ എന്താ? അതിന്റെ ഒറിജിനൽ എന്താ? റാസൽ ഹൈമ. റാസല്ല, റാസൽ ഹൈമ ആയിരിക്കൂലേ? റഅസുൽ ഖൈമ. ഹൈമാന്നറിയാം. റഅസുൽ ഖൈമ. റഅസുൽ ഖൈമ. ഖൈമ എന്ന് വെച്ചാൽ എന്താ ഉസ്താദേ? ഖൈമ എന്ന് പറഞ്ഞാൽ ടെന്റ്. ടെന്റുകളുടെ നഗരം. ടെന്റുകളുടെ തല ഹൈമ അല്ലേ? അറബി ഒന്നും പറഞ്ഞില്ലല്ലേ? അല്ല, ഞാനൊന്ന് മറ്റേ ഇന്നത്തെ ഹദീസിന്റെ പഠനത്തില് മറ്റേ അതായത് ഉസ്താദ് പറഞ്ഞ പോലെ ഒന്ന് ഫോളോ ചെയ്ത് യാത്രയിലേ അണുമണിത്തൂക്കം കിബറുള്ള സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്നുള്ളത് ഞാൻ സ്വയം ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അത് വായിച്ചു നോക്കിയപ്പോ സംഭവം കറക്റ്റ് ആണ്. ഒരു സന്തോഷം തോന്നി. ലാ ദഖലൽ ജന്ന ലാ യദ്ഖുലു മൻകാന യദ്ഖുലുൽ ജന്ന മൻകാന ഉലൂബിഹി ഫീ ഖൽബിഹി ഫീ ഖൽബിഹി മിസ്കാല ദർറത്തിൻ കിബിരിൻ മിൻ കിബിരിൻ. അതെ, കുറേശ്ശെ അങ്ങനെ പുരോഗതി വരും. ദീർഘശ്വാസം പറഞ്ഞ പോലെ അറബിക്ക് ഡെയിലി ദീർഘശ്വാസം അറബിക്ക് തുടർച്ചയായിട്ട് ദീർഘശ്വാസം എടുക്കണമെന്ന് ദീർഘശ്വാസം എടുക്കണമെന്ന് പറഞ്ഞില്ലേ? ഏതിന്? ഡെയിലി ദീർഘശ്വാസം. ഏത് വാക്കിന്? ഏതിനും. രാവിലെ എംറ്റി സ്റ്റൊമക്കില് ദീർഘശ്വാസം എടുക്കണം. ഞാൻ അറിയാം. അത് ശരിയാണ്, എക്സസൈസ്. കിടന്നിട്ട് ചെയ്യണം. കിടന്നിട്ട് മാക്സിമം എടുക്കണം. എന്നാലും നിങ്ങളെ ലങ്സ് ഒക്കെ കൂടെ എന്താവും? പവർഫുൾ. അത് മൗത്തിൽ കിടക്കുമ്പോൾ എനിക്ക് പറ്റുള്ളൂ. ഹോസ്പിറ്റലിലൊന്നും പൈസ കൊടുക്കേണ്ടി വരില്ല. മൗത്തിൽ കിടക്കുമ്പോഴാണ് പറ്റുള്ളൂ സാർ. അത് നമ്മളെ വലിച്ചു വെക്കുന്നതല്ലേ? നമ്മളെ വലിച്ചു വെക്കുന്നതുകൊണ്ടാണ്. നമ്മളുള്ള കാര്യങ്ങളെല്ലാം തലയിൽ വലിച്ചു വെക്കുന്നതുകൊണ്ടാണ് മൗത്തിൽ മാത്രമേ വലിക്കാൻ പറ്റുള്ളൂ എന്ന് പറയും. അതന്നെ ശരി.
ഉള്ള കാര്യങ്ങളെല്ലാം തലയിലേക്ക് വലിച്ചിരിക്കാണെന്ന് പറയുന്നത്. നമ്മള് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി ഈ വസല്ലം ചരിത്രം പഠിച്ചു നോക്കിയാൽ ഭയങ്കര തിരക്കുള്ള മനുഷ്യനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എന്നിട്ട് നമ്മള് വീട്ടിൽ കാര്യങ്ങൾ ചെയ്യുന്നതും ഭായിമാരോടൊപ്പം സുഹൃത്ത് എന്താ പറയാ നടക്കാൻ പോകുന്നതും അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്തിട്ടുണ്ട്. ഫുള്ള് ബിസിയാണ്, എപ്പോഴും ആവശ്യമുള്ള ഇല്ലാത്ത കാര്യങ്ങളൊക്കെ എടുത്ത് തലവയ്ക്കുകയാണ്. ആവശ്യമുള്ള അല്ലാതെ കാര്യം ഈ മാത്രം ഇപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡെലിഗേറ്റ് ചെയ്യുക. ഒരുപാട് കാശൊന്നും ഉണ്ടാക്കാൻ പറഞ്ഞില്ല. നമുക്ക് വേണ്ടി നമ്മുടെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയും ഗ്രാൻഡ് മക്കൾക്ക് വേണ്ടിയും പിന്നെ അതിനപ്പുറത്ത് തലമുറയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാന്ന് പറഞ്ഞു. അതിന് ആദ്യത്തെ പോലത്തെ സമയമില്ലല്ലോ. ഇപ്പൊ എത്ര സമയം കൂടുതലാ? സമയം സമയം കൂടി പെട്ടെന്ന് പോവാണ്. സമയം പെട്ടെന്ന് പോണു. അന്ന് സമയം കുറവായിരുന്നു, ഇന്ന് സമയം കൂടുതലാ. സ്പീഡ് പോണ പോലെ തോന്നും. അത് അന്ന് സമയം ഖിയാമത്ത് അന്ന് സമയം കൂടുതലായിരുന്നു. അന്ന് കാനു കലീലൻ മിനൽ-ലൈലി മാ യഹ്ജഊൻ എന്ന് പറഞ്ഞാൽ അവർ 2 മണിക്കും 3 മണിക്കൊക്കെ എണീക്കും. ഇന്നിപ്പം നമ്മൾ എണീക്കുന്നത് നമ്മൾ 6 മണിക്കും 8 മണിക്കും 10 മണിക്കൊക്കെ എണീക്കും. ഒരാഴ്ചയൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു പോണ പോലെ പക്ഷെ തോന്നും. രാത്രി എത്ര നേരം ഇരുന്നാലും കുഴപ്പമില്ല. ഇപ്പൊ നമ്മള് 9:30 ആയപ്പോഴത്തേക്ക് എല്ലാവരും എനർജി തീരണം. അതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഞാൻ വിചാരിച്ചു എക്സസൈസ് കംപ്ലീറ്റ് വായിച്ച് തീർക്കാന്ന് വിചാരിച്ചു. എനർജി തീർന്നു, ഒരാൾ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് നമ്മളിപ്പോ ദുനിയാവിനോടുള്ള അറബിയിൽ ഒരു വാക്കും ചിന്ത പറഞ്ഞില്ല കൂടിയതാ എന്നാണ്. പ്രശ്നം. അറബിയിൽ ഒരു വാക്കും പറഞ്ഞില്ല. അറബി പറയാൻ ആരുണ്ട് സന്നദ്ധമായിട്ടുള്ളത്? മൻ യുരീദു അൻ യതകല്ലമ ബിൽ ലുഗത്തിൽ അറബിയ്യത്തി മാ അഹദ് വലാ അഹദ്. ആരുമില്ല. ഇല്ല. ലാ 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 എന്ന് പറയും. നഅം. ഉറങ്ങാനുള്ള സമയമായി തുടങ്ങിന്ന് എങ്ങനെ പറയാ? طيب. ഹാന വഖ്തു നൗം. ഹാന വഖ്തു നൗം. ഹാന എന്ന് പറഞ്ഞാൽ സമയമായി. ഹാന ഉണ്ടല്ലോ, ഹീൻ എന്ന് പറയുന്നത്. ഇലാഹീൻ എന്ന് പറയില്ല. ഹീൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സമയം. ആനാന്ന് പറഞ്ഞാൽ കൂടെ നടത്തല്ലോ ഉസ്താദെ. ഹാനയല്ല, ഹാന. ജീം കഴിഞ്ഞുള്ള ഹാന. അത് ആനയാണല്ലേ? ആന. അങ്ങനെയല്ല, ഞാൻ വേറെ ഒരു കാര്യം പറയും, നിങ്ങൾ അതിനോട് വേറെ ഒന്ന് പറയുന്നു. ഹാന, ഞാൻ പറയുന്ന സ്പെല്ലിങ് കറക്റ്റ് ആയിട്ട് കഴിക്കാം. നിങ്ങൾ വേറെ ഒന്ന് അത് ഇതാണോ എന്ന് ചോദിച്ചാൽ ആകെ കോംപ്ലിക്കേഷൻ ആവും, മൈൻഡ് വർക്ക് ചെയ്യില്ല. ബി ഫോക്കസ്ഡ് ആണ്, ബി കോൺസെൻട്രേറ്റഡ്, ബി ഫോക്കസ്ഡ്. ജീം കഴിഞ്ഞുള്ള ഹാന വഖ്തുൽ നൗം. ഹാന വഖ്തുൽ നൗം. വഖ്തുൽ നൗം. طيب, വേറെ നിങ്ങളൊന്നും എഴുതിക്കൊണ്ടൊന്നില്ല? എന്തെങ്കിലും എഴുതിക്കൊണ്ടുവരുന്നില്ലേ? പടച്ചോനെ, എന്തായാലും വല്ലാത്തൊരു വെളിച്ചാണ് ഉസ്താദ് നമുക്ക് തരുന്നത്. ഇപ്പൊ പരിപൂർണായിട്ട് വിദ്യാർത്ഥിയായി. റഷീദ് സാഹിബ്, നിങ്ങൾക്ക് ഒരു സബ്ജക്ട് നിങ്ങൾ ഖുത്ബ നടത്തണമെങ്കിൽ ആ സബ്ജക്റ്റിൽ എങ്ങനെയാണ് റെഫറൻസ് ഉണ്ടാക്കുന്നത്? പഴയ റെഫറൻസ് അല്ലേ? ഞങ്ങളെ അവിടെ ഒരു ഖത്തീബുണ്ട്, പഴയ ഒരു കിതാബ് കൊണ്ടാണ് വരുന്നത്. അന്നുള്ള റെഫറൻസുകളായിരുന്നു. ഞാൻ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ റെഫർ ചെയ്യുന്ന പേപ്പറൊന്നും ചിലപ്പോൾ വെച്ചേക്കും, പക്ഷെ പലപ്പോഴും അത് തിരഞ്ഞെടുത്തിട്ടല്ല അടുത്ത വിഷയം തയ്യാറാക്കുന്നത്. വീണ്ടും വിഷയം ഒന്നേ തയ്യാറാകും, എന്നാലേ മൈൻഡ് വർക്ക് ചെയ്യുള്ളൂ. പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ റെഫർ ചെയ്യുമ്പോൾ അറബിയിൽ റെഫർ ചെയ്യുക. എനിക്ക് ഈ ഹദീസ് വേണം, ഹദീസിന്റെ പാർട്ട് ടൈപ്പ് ചെയ്താൽ ആ ഹദീസ് കിട്ടും. നെറ്റിൽ കൊടുത്താൽ അത് കിട്ടും. ഈ ചാറ്റ് ജി പി ടി ആണ്, അങ്ങനെ കിട്ടും. ചാറ്റ് ജി പി ടിയെ കുറിച്ച് ഈ അടുത്ത ഒരു പണ്ഡിതൻ പറഞ്ഞ ആ ചാറ്റ് ജി പി ടി എന്താണ്, ഏറ്റവും വലിയ ദജ്ജാലാണ്. അപ്പൊ അതുകൊണ്ട് ചാറ്റ് ജി പി ടി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആ വിഷയത്തിൽ അറിവുണ്ടായിരിക്കണം. ആ അറിവിനെ നമുക്ക് ക്രമപ്പെടുത്താനോ അല്ലെങ്കിൽ അതുമായി എന്തെങ്കിലും കാര്യങ്ങൾ അധികം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമേ എന്ത് ചെയ്യാവൂ, ചാറ്റ് ജി പി ടി ഉപയോഗിക്കാവൂ. ചാറ്റ് ജി പി ടി തെറ്റും വിടേണ്ടെന്ന് പറയണ്ടല്ലോ. അതാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് അവബോധം ഉണ്ടാകണം. അതുകൊണ്ടാണ് പറഞ്ഞു, ഈ അടുത്ത ഒരു പണ്ഡിതന്റെ വാക്യം കേട്ടു, ഏറ്റവും വലിയ ദജ്ജാലാണ്. അതാണ് ചാറ്റ് ജി പി ടി ആണ് ഏറ്റവും വലിയ ദജ്ജാൽ. അപ്പോ
ഞാൻ എൻ്റെ അടുത്ത് ചാറ്റ് ജി പി ടി റെഫർ ചെയ്യാനായിട്ട് ഞാൻ എപ്പോഴും ക്രിറ്റിസൈസ് ചെയ്യും. കാരണം ചാറ്റ് ജി പി എപ്പോഴും പലപ്പോഴും മിസ്റ്റേക്ക് പറയും. ഞാൻ പറഞ്ഞ അതല്ല, നമ്മൾ അറബിയിലെ റെഫർ ചെയ്താൽ ഏത് ടൂളായിരുന്നാലും അതിൽ നിന്ന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടും. ആ ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ നമ്മുടേതായ രീതിയിൽ ഫിൽറ്റർ ചെയ്തെടുത്താൽ മതി. ആ ഫിൽറ്റർ ചെയ്യാൻ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ അറബിയിൽ റെഫർ ചെയ്യുമ്പോൾ അറബി പിന്നെ അറബി തന്നെ കിട്ടും. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ചാറ്റ് ജി പി ടി ആണെങ്കിൽ പ്ലീസ് ഗീവ് മീ ഇൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലാക്കി തരും. അപ്പൊ തന്നെ ആ പറഞ്ഞ കാര്യം ഇംഗ്ലീഷിലാക്കി തരും. ഞാൻ 3 ലാംഗ്വേജിലും സെർച്ച് ചെയ്യും. അപ്പൊ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അപ്പോൾ അറബിയാണ് സെർച്ച് ചെയ്ത് ഏതെങ്കിലും വാക്കത്ത് നമുക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം, ഇംഗ്ലീഷിലോ മലയാളത്തിലോ ആക്കി തരാൻ പറയാം. പറഞ്ഞ ഏതെങ്കിലും പോയിന്റ് മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, നമുക്കുള്ള ആവശ്യം അറബിയിൽ ടൈപ്പ് ചെയ്യാൻ നമുക്ക് മനസ്സിലാവും. അപ്പൊ ചാറ്റ് ജി പി ടി പോലുള്ള സംഗതിയിൽ നമ്മൾ എക്സാക്ട്ലി ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു ആശയം കൊടുത്താൽ മതി, ബാക്കി കാര്യം അവിടെ കണ്ടെത്തും. അപ്പൊ എന്ത് ചെയ്യും, മിസ്റ്റേക്ക് ആണെങ്കിൽ ഇതെല്ലാം ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ വേറൊരു വാക്ക് പറഞ്ഞില്ല, വേറൊരു രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ അത് കറക്റ്റ് ആയിട്ട് കിട്ടും. ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയെന്ന് പറയും. അപ്പൊ അറബിയെ നമ്മൾ എന്ത് ചെയ്യുക, പരമാവധി ഉപയോഗിക്കുക. ഇംഗ്ലീഷ് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ എങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നത് എന്നതുപോലെ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ പ്രീ ഡിഗ്രി പഠിക്കാൻ പോകുമ്പോൾ തന്നെ മാഷ് പറഞ്ഞിട്ടുണ്ടാ, നമ്മൾ ഇംഗ്ലീഷ് ഡിക്ഷണറി വാങ്ങിക്കുമ്പോൾ ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറിയാണ് വാങ്ങി. ഇംഗ്ലീഷ് വാക്കിന്റെ ഇംഗ്ലീഷിലുള്ള അർത്ഥമാണ് നോക്കേണ്ടത്. അപ്പൊ അതേപോലെ നമ്മൾ അറബി വാക്കിന്റെ അറബി അർത്ഥം നോക്കി പഠിക്കാം. അറബി ഒരു വാക്കിന്റെ അർത്ഥം മാത്രം അടിച്ചു കൊടുത്താൽ ആ വാക്ക് അടിച്ചു കൊടുത്താൽ അതിന്റെ അർത്ഥം വരും. അത് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഇംഗ്ലീഷ് നോക്കാം. അത് മനസ്സിലാക്കി അതിന്റെ മലയാളം നോക്കാം. എല്ലാം ഉണ്ടല്ലോ, ഒരുപാട് ഇംഗ്ലീഷ് അറബിക്ക് ന്യൂസ് പേപ്പർ കിട്ടൂലേ? ഉണ്ട്. അത് ഹർക്കത്തിട്ട് പറഞ്ഞ ഇത് അത് കിട്ടുമോ? ഹർക്കത്തിരുന്നതിനാ? അല്ല, എന്നാലും അത് കുറെ കൂടി എളുപ്പമായിട്ട് നമുക്ക് ഒരു പ്രിലിമിനറി സ്റ്റേജ് എന്നുള്ള ആൾക്ക് വായിക്കാല്ലോ. ഇല്ലല്ല, നമ്മൾ പ്രിലിമിനറി അല്ല, നമ്മൾ സെക്കൻഡറി സ്റ്റേജ് ആണ്. സെക്കൻഡറി സ്റ്റേജ് ആണ്. ശരിയാണ്. അതായത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത്, നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ നമ്മൾ സാധാരണ ഇംഗ്ലീഷ് സ്കൂളിൽ നമ്മൾ പഠിക്കുന്ന എന്താ പറയാ പ്രൈമറി, സെക്കൻഡറി, ഹൈസ്കൂൾ ലെവലിൽ പോകുന്നതല്ല. മറിച്ച് എന്താണ്, നമ്മൾ ഹൈസ്കൂൾ ഗ്രേഡിലുള്ളതാണ് പുസ്തകം പഠിക്കുന്നത്. ഹൈസ്കൂൾ ഗ്രേഡിലുള്ള, അതായത് മദീന യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വരുന്നവർക്ക് കൊടുക്കുന്ന പുസ്തകമാണ്. എളുപ്പം ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി കൊടുക്കുന്ന പുസ്തകമാണ്. പിന്നീട് അവർ 1-2 വർഷം കൊണ്ട് പിന്നീട് അവര് ക്ലാസ് അറബി തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ളതാണ്. മദീന യൂണിവേഴ്സിറ്റി എല്ലാ സബ്ജക്റ്റും ഉണ്ടല്ലോ. ഏത് സബ്ജക്റ്റ് പഠിക്കാൻ വരുന്നവർക്ക് ആദ്യം അറബി പഠിക്കണം. ആ അറബി പഠിക്കാൻ കൊടുക്കുന്ന പുസ്തകമാണ്. അപ്പൊ നമ്മള് ഇപ്പം സാധാരണ പറയുന്നത് പോലെ നമ്മള് 1-ാം ക്ലാസ് 2-ാം ക്ലാസ് പോലും വരുന്ന പോലെയല്ല. അതായത് അഡൽട്ട് ഓറിയന്റഡ് ടെക്സ്റ്റ് ആണിത്. അപ്പൊ അഡൽട്ട് ഓറിയന്റഡ് ആകുമ്പോൾ നമ്മള് ആ സ്റ്റേജ് നമുക്ക് നോക്കണ്ട. ഇപ്പൊ നമ്മൾ 2ാമത്തെ പുസ്തകം എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല സ്റ്റാൻഡേർഡുള്ള പുസ്തകമാണ്. നമ്മൾ കുറെ അധികം കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. മൂന്നക്കർ സ്റ്റാലിനൊക്കെ നമ്മൾ സ്കൂളിൽ ഏത് ക്ലാസ് പഠിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇപ്പൊ ഹർക്കത്തില്ലാതെയുള്ളതാണ് വായിക്കേണ്ടത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കി നമ്മൾ ഹെഡിങ് മനസ്സിലാക്കുക ആദ്യം. പത്രം എടുത്തിട്ട് പത്രം, റിയാദ്, അപാത്രം, അൽ ഖാഹിറ, അതേപോലെ അറബി ന്യൂസ് എന്ന് തന്നെയാണ് അതിനകത്തുള്ളത്. ഖലീജ് ടൈംസിന് എന്താണ് അറബിയിലുള്ള ഖലീജ് ടൈംസ് എന്ന് തന്നെ. ഖലീജ് ടൈം എല്ലാം നെറ്റിലും കിട്ടും. അല്ലാതെ പത്രം വായിക്കാം. ഒരു ദിവസം 2 റിയാല്, ഇപ്പൊ 2 റിയാലാണ്. അന്ന് ഞാൻ അവിടെ ഉള്ളപ്പോ 2 റിയാല്, ചിലപ്പം വില കൂടി കാണും. ആഴ്ച ഒരു പത്രം വാങ്ങിയാൽ മതിയല്ലോ. അത് മതി. ആഴ്ച ഒരു പത്രം വാങ്ങുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിന്റെ ഹെഡിങ്ങുകളെല്ലാം വായിച്ചു പിടിക്കുക. അപ്പൊ അതിന്റെ യൂസേജും അതിന്റെ സ്റ്റൈലും അതിന്റെ രീതിയൊക്കെ മനസ്സിലാവും. പിന്നെ ഉണ്ടായിട്ട് പിന്നെ അതിന്റെ അപ്പം പിക്ചർ വരും. അടുത്ത പിക്ചറിന്റെ താഴെ എഴുതി നോക്കുക. പിന്നെ ഏറ്റവും എളുപ്പ വഴി എന്ന് പറഞ്ഞാല് ഇദാഅത്തുൽ ഖുർആൻ കരീം വരും. ഇദാഅത്തുൽ ഖുർആൻ കരീം, ഖുർആൻ റേഡിയോ സ്റ്റേഷൻ. ഖുർആൻ റേഡിയോ സ്റ്റേഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗൾഫിലുള്ളവർ, മിഡിൽ ഈസ്റ്റിലുള്ളവർക്ക് ഖുർആൻ റേഡിയോ സ്റ്റേഷൻ വെച്ച് കഴിഞ്ഞാൽ അതിൽ ഖുർആൻ സംബന്ധമായ സംഗതികളാണ് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകുക. ഒന്നുകിൽ ഖുർആൻ പാരായണം, അല്ലെങ്കിൽ ഖുർആൻ ദർസ്, അല്ലെങ്കിൽ ഹദീസ് ക്ലാസ്, അല്ലെങ്കിൽ ചോദ്യോത്തരങ്ങൾ. അത് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്റ്റൈലും തജ്വീദും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ചോദ്യോത്തരം വരുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് എന്താ പറയാ, ഒരു തുളസി ഓപ്പണിംഗ് കിട്ടിയ പോലെ തോന്നുന്നു. ശരി.
എല്ലാവരും അല്ലാഹ് തൗഫീഖ് ചെയ്യട്ടെ. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇലാ ലിഖാഇ ബിഇذنില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.